Thank you, Dr. Dhanesh. Thank you, Dr. Chirand, for a nice presentation. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബിനാറിന്റെ 1873 ദിവസമാണ് ഇന്ന്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ രാജേശ്വരി CL. രാജേശ്വരി ഡോക്ടറോടൊപ്പം എന്നുള്ള ഇന്നത്തെ സെഷനിൽ പങ്കെടുക്കുവാനായി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാജേശ്വരി ഡോക്ടർ ഒരിടവേളയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു, കുറച്ച് നാളായി നമുക്ക് ക്ലാസ്. നേരത്തെ നമുക്ക് ഒത്തിരി ക്ലാസ്സുകൾ രാജേശ്വരി ഡോക്ടർ എടുത്തിട്ടുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം ഡോക്ടർ വീണ്ടും നമുക്ക് ക്ലാസ്സുകൾ എടുക്കുവാനായി എത്തിയിരിക്കുകയാണ്. വളരെ നല്ല ക്ലാസ്സുകളാണ് ഡോക്ടർ നമുക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. അനാട്ടമി ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ ഡോക്ടർ നേരത്തെ എടുത്തിട്ടുണ്ട്. രാജേശ്വരി ഡോക്ടർ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ചീഫ് മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത വ്യക്തിത്വമാണ്. കൂടാതെ ഒരുപാട് ക്ലാസ്സുകളും മറ്റും എടുത്തിട്ടുണ്ട്. നമ്മുടെ സൂമിൽ സജീവമായിട്ടുള്ള നമ്മുടെ ദേവൻ ഡോക്ടറുടെ പ്രിയ പത്നി കൂടിയാണ്. അങ്ങനെയെല്ലാം ഉള്ള ഡോക്ടർ രാജേശ്വരിയാണ് ഇന്നത്തെ നമുക്ക് അതിഥിയായി എത്തുന്നത്. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് ക്ലാസ് തുടങ്ങാം. നന്ദി. നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ സ്നേഹപൂർവ്വം IFPHന് വേണ്ടി ഡോക്ടർ രാജേശ്വരിയെ ഇന്നത്തെ സെഷനിലേക്ക് ക്ഷണിക്കുകയാണ്. ഡോക്ടറെ ക്ലാസ് തുടങ്ങാം. ഡോക്ടറെ കോഹോസ്റ്റ് ആക്കാം. ഞാനല്ല ഹോസ്റ്റ് അല്ല. അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇടാം. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തേ. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമോ? ശരി ഡോക്ടറെ. കേൾക്കാം കാണാം. കുഴപ്പമില്ല. തുടങ്ങാം. എല്ലാ ഗുരുക്കന്മാരെയും വന്ദിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഷെൽ ഡോക്ടർ പറഞ്ഞതുപോലെ 1 വർഷം കഴിഞ്ഞു ഏകദേശം ഞാൻ ക്ലാസ്സുകൾ എടുത്തിട്ട്. പല പല കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ പറ്റിയത്. ഒരു പ്രധാന കാരണം എനിക്കൊന്ന് ഈ സമയം മാറിയപ്പോൾ തന്നെ ഞാനൊക്കെ വളരെ നേരത്തെ ഒരു 9 മണിക്കൊക്കെ തന്നെ കിടന്ന് ഉറങ്ങുന്ന ഒരു ശീലമാണ് നേരത്തെ തന്നെ. വെളുപ്പിനെ എണീക്കും. അപ്പൊ അതെനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കി. പിന്നെ ഒരുവിധം ഇപ്പം ശൈല ഡോക്ടർക്കാണെങ്കിലും അറിയാം, മാഡത്തിനൊക്കെ ആണെങ്കിലും അറിയാം. കാരണം നമ്മളുടെ ആ ഗവൺമെന്റ് സർവീസിലെ ആ ഒരു പ്രാക്ടീസോ ഒന്നുമല്ല നമ്മളൊരു പ്രൈവറ്റ് സെക്ടറിൽ വരുമ്പോൾ. അപ്പം സ്വാഭാവികമായിട്ടും ഒരുവിധം ഉള്ള കേസുകളെല്ലാം തന്നെ അത്രയും ക്ലാസ്സുകൾക്കിടയ്ക്ക് സൗണ്ട് മുഴക്കം തോന്നുന്നുണ്ട് കേട്ടോ. അത് ദേവൻ ഡോക്ടർ 2 സിസ്റ്റം അടുത്തടുത്ത് ഓൺ ചെയ്ത് വെച്ചിട്ടാണ്. മ്യൂട്ട് ചെയ്ത് അല്ല, ഓൺ ചെയ്ത് വെച്ചാൽ കുഴപ്പമുണ്ടോ? ഓൺ ചെയ്ത് വെച്ചാ അങ്ങനെ ചിലപ്പോ ഒരു ഈ വേവ്സ് പോലെ. അല്ല, ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു ഡോക്ടർ ഏട്ടൻ ഇത് പോലെ. അപ്പൊ ഒരുവിധം എല്ലാ കേസുകളും അത്രയും ക്ലാസ്സുകളുടെ ഇടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള, അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുമ്പോൾ എത്രത്തോളം റിപ്പോർട്ട്സ് സൂക്ഷിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കും, മാഡത്തിനും ശൈല മാഡത്തിനും അറിയാം, മാഡത്തിനും അറിയാം. അപ്പൊ അതുകൊണ്ട് ഒരുവിധം അങ്ങനെ ക്ലാസ്സുകൾ പറഞ്ഞും കൂടി കഴിഞ്ഞതിന് ശേഷം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു ബ്രേക്ക് എടുക്കുകയും ചെയ്തത്. പിന്നെ ഈ സമയം ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോഴും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ധനേഷ് ഡോക്ടർ പല പ്രാവശ്യം പിന്നെയും ആവശ്യപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ കേസുകളൊക്കെ ഒന്നാകട്ടെ എന്നും കൂടി കരുതി. പിന്നെ ആ ഒരു, അതായത് നമ്മളുടെ ഗവൺമെന്റ് സർവീസ് കഴിഞ്ഞിട്ട് ആ പ്രൈവറ്റ് സെക്ടറിലോട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ചേഞ്ച് എനിക്ക് ഭയങ്കരമായിട്ട് വന്നു. കാരണം എനിക്ക് പ്രാക്ടീസിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഗവൺമെന്റ് സെക്ടറിൽ ഇരിക്കുന്ന ആ ഒരു മൂഡല്ല വേണ്ടതെന്നുള്ളത്. ഗവൺമെന്റ് സെക്ടറിൽ ഇരിക്കുമ്പോൾ ഷെൽ ഡോക്ടർക്ക് അറിയാലോ, എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ഡോക്ടറൊക്കെ ഒരുപാട് ഈ ഹോസ്പിറ്റലിന് വേണ്ടി ഡിസ്പെൻസറിക്ക് വേണ്ടിയൊക്കെ ചെയ്തത് കൊണ്ട് നമുക്ക് ഈ അഡ്മിനിസ്ട്രേഷൻ ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പേഷ്യൻസിന്റെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലേ ഷെൽ ഡോക്ടറെ? ശരിയല്ലേ? സത്യം. തീർച്ചയായിട്ടും. അതെ. ചിലപ്പോ നമുക്ക് ഈ പേഷ്യൻസ് കയറി വരുന്ന നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. കാരണം ഇല്ല, തീർച്ചയായിട്ടും
അതെ അതെ അതെ. ഇപ്പൊ ഈ ഇടയ്ക്ക് തന്നെ ഒരു നമ്മുടെ അസോസിയേഷന്റെ റിട്ടയർ ചെയ്തിട്ട് ഞാനൊന്ന് പോയിരുന്നു തൃശ്ശൂര്. അപ്പൊ അവിടെ ഇതൊരു വലിയൊരു കാര്യമായിട്ടാണ് അവിടെ അങ്ങ് ശ്രീവിദ്യ ഡോക്ടർ സംസാരിച്ചത്. കാരണം നമുക്ക് ഇപ്പം അഹിംസ കൂടി വന്ന് എല്ലാം അപ്ഡേറ്റഡ് ആണെങ്കിൽ പോലും, ടെക്നോളജി വർദ്ധിച്ചെങ്കിലും, പ്രത്യേകിച്ച് നമ്മളുടെ സിസ്റ്റത്തില് പേഷ്യൻസിനോട് നമുക്ക് മുഖത്ത് നോക്കി ഒന്ന് സംസാരിക്കാനുള്ള സമയം പോലും ഇപ്പൊ അഹിംസ കൂടി വന്നപ്പം ഇല്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം. 10-80 പേഷ്യൻസ് ഒക്കെ മിനിമം വരുന്ന ഒരു ഡിസ്പെൻസറിയിൽ ഈ കേസ് ടേക്കിങ്ങും രജിസ്ട്രേഷനും ആ ഒരു ഒരു ലാപ്ടോപ്പിൽ നിന്ന് സത്യം പറഞ്ഞ പേഷ്യൻസിന്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആ ഒരു രീതി എങ്കിലും നമ്മളൊക്കെ, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പേഷ്യൻസിനെ നോക്കുക അല്ലെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പാഷനായിട്ടിരുന്ന ഒരാളായതുകൊണ്ട്, പിന്നെ ആ ഒരു നമ്മളുടെ ഒരു അനുഭവ സമ്പത്തും നമ്മൾ പഠിച്ചതിന്റെ എല്ലാം കൊണ്ടും പ്രാക്ടീസിലും, അതായത് സർവീസിൽ ഇരുന്നപ്പോഴും നല്ല ഒരുവിധം ഭംഗിയായിട്ട് നല്ല നല്ലതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ മാഡം പറഞ്ഞതുപോലെ അഡ്മിനിസ്ട്രേഷന്റെ വലിയൊരു ബുദ്ധിമുട്ട് നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, ക്ലർക്ക് ഇല്ലാത്തതിന്റെയും. പിന്നെ നമുക്കൊക്കെ നമ്മുടെ സ്ഥാപനങ്ങൾ, ഇരിക്കുന്ന സ്ഥാപനങ്ങൾ നന്നായി മെച്ചപ്പെടുത്തണം എന്നുള്ളതിന്റെ ആ ഒരൊറ്റ ആഗ്രഹത്തിലാണ് നമ്മളൊക്കെ ഇത് ചെയ്തത്. ഇപ്പം മരടിൽ തന്നെ കായകൽപ്പം വരെ കെട്ടി, പിന്നെ എറണാകുളം ജില്ലയിൽ കായകൽപ്പ വരെ കിട്ടി, അതിന് അടുത്ത പിന്നെ NABH കിട്ടി. അപ്പൊ ആ അത്രയൊക്കെ ഒരു അടിസ്ഥാനം നല്ലതുപോലെ ഇട്ടിട്ട് വരാന് എനിക്ക് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷെ അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് പ്രൈവറ്റ് പ്രാക്ടീസിലോട്ട് മാത്രം റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തിലാണ് റിട്ടയർ ചെയ്തതും. അത് കഴിഞ്ഞപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലായി. അതായത് ഗവൺമെന്റ് സർവീസിലെ പോലത്തെ പ്രാക്ടീസ് അല്ല ഒരു പ്രൈവറ്റ് സെക്ടറിൽ വരുമ്പോൾ. തന്നെയുമല്ല, സത്യം പറഞ്ഞാൽ നമുക്ക് കൂടുതൽ പഠിക്കാൻ സമയം കിട്ടുന്നത് പ്രൈവറ്റ് സെക്ടറിൽ വരുമ്പോഴാണ്. കാരണം ആ അഡ്മിനിസ്ട്രേഷന്റെ ഇതൊന്നുമില്ല, നമ്മൾ ഫ്രീ ആയി ഒരു നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹിക്കുന്ന ഒരു ഡോക്ടർക്ക് ശരിക്കും പറഞ്ഞാൽ റിട്ടയർമെന്റ് ലൈഫിൽ നല്ലതുപോലെ എൻജോയ് ചെയ്ത് പേഷ്യൻസിനെ നോക്കാൻ പറ്റിയ ഒരു സന്ദർഭം തന്നെയാണ് അത്. ആ ഒരു വർഷം ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തു, ഇത് എങ്ങനെയാണ് ഇതൊന്ന് മാനേജ് ചെയ്യേണ്ടതെന്നും ഒക്കെ ഒന്ന് വന്നു. പിന്നെ തീർച്ചയായിട്ടും IFPH പോലുള്ള നമ്മുടെ ഈ പ്ലാറ്റ്ഫോമുകൾ വളരെ പ്രയോജനം ചെയ്തു. കാരണം പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സർവീസിൽ ഇരിക്കുമ്പോൾ നമുക്ക് അധികം ബുക്കിലോട്ട് പോകാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ കൊടുത്ത് പേഷ്യൻസിനെ, ഇത്രയും ധാരാളം പേഷ്യൻസിനെ നമ്മൾ കണ്ടു കഴിഞ്ഞുള്ള ആ ഒരു എക്സ്പീരിയൻസിലും ആ ഒരു കോൺഫിഡൻസിലും, പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഒബ്സർവേഷൻ ഇല്ലാതെ പറ്റില്ലല്ലോ സർവീസിൽ ഇരിക്കുമ്പോൾ. കാരണം അത് ഒബ്സർവേഷനിലൂടെയൊക്കെയാണ് ഞാൻ കൂടുതലും അത് വിജയിച്ച് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ഒരു വർഷം ഞാനൊരു ഈ ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴും എനിക്കൊരു പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. കാരണം പ്രൈ പ്രാക്ടീസിന്റെ ഒരു ഈ രീതിയിൽ പോരാ. അപ്പൊ എൻ്റെ ഒരു സ്റ്റൈലൊക്കെ ഒന്ന് ഞാൻ മാറ്റി. പിന്നെ ഈ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരുന്ന പല ഡോക്ടേഴ്സിന്റെ, ഞങ്ങളുടെ ചേച്ചി ചന്ദ്രമതി ചേച്ചിയുടെ ഉൾപ്പെടെയുള്ള പ്രാക്ടീസും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടി. അപ്പം കൂടുതൽ പേഷ്യൻസ് കിട്ടണം എന്നുള്ളതായി. അതെന്തായാലും ഭയങ്കര പ്രാക്ടീസ് അല്ലെങ്കിൽ പോലും ഞാൻ ബിസി ആയി. നല്ലതുപോലെ അത്യാവശ്യം നല്ലതുപോലെ പേഷ്യൻസ്, നല്ല കേസുകളും കിട്ടാൻ തുടങ്ങി. നമ്മൾ അത് ഫോക്കസ് ചെയ്തിരിക്കും. ഇപ്പം പഴയ ആൾക്കാർ പറഞ്ഞു, നമ്മൾ ധനത്തിനെ തന്നെ നമ്മൾ നല്ലതുപോലെ ആഗ്രഹിക്കുകയും അത് നല്ലതുപോലെ വിനിയോഗിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്കത് ലഭിക്കുമെന്ന് പറഞ്ഞതുപോലെ ആ ഒരാഗ്രഹം ഇപ്പം ഈ പ്ലാറ്റ്ഫോമിൽ വരുന്ന പലരുടെ, ഇപ്പം ദേവൻ ഡോക്ടറുടെ ഉൾപ്പെടെ, ചന്ദ്ര ചേച്ചിയുടെ ഉൾപ്പെടെ, ഭാഗ്യലക്ഷ്മി ഡോക്ടർ, അങ്ങനെ എത്രയോ പേര് ബാലേന്ദ്രൻ സാറ്, അങ്ങനെ പിന്നെ രമ ചേച്ചി, രമാദേവി അമ്പാടി മാഡം, ശാന്തചന്ദ്രൻ മാഡം, അങ്ങനെ എല്ലാവരുടെയും, ഇപ്പൊ ജെയിംസ് പോൾ ഡോക്ടറുടെ ഒക്കെ ക്ലാസ്സുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ താല്പര്യം, അതായത് അദ്ദേഹം അനാട്ടമി പതോളജി ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ അങ്ങനെയാണല്ലോ പഠിപ്പിക്കുന്നത്. നമ്മള് ഭയങ്കരമായിട്ട് പ്രയോജനം ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ലൈവായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും ഒട്ടുമിക്ക യൂട്യൂബ് ക്ലാസ്സുകളും ഞാൻ പകല് കേൾക്കുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ സമയം കിട്ടും. അതും വളരെ അപ്ഡേറ്റഡ് ആകാനും നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും പ്രയോജനം ചെയ്യാനും ഉപകരിച്ചു. അതൊരു എന്തായാലും നമ്മുടെ പ്ലാറ്റ്ഫോമിനോട് ഞാൻ എല്ലാ ഡോക്ടേഴ്സിനോടും ഞാൻ വളരെ നന്ദി പറയുകയാണ്. അതൊരു എല്ലാവർക്കും തന്നെ പ്രയോജനം ചെയ്യുകയും ചെയ്തു. പിന്നെ ഇതിനിടയ്ക്ക് യൂട്യൂബിന്റെ കാര്യം പറഞ്ഞപ്പോൾ 1-2 കാര്യങ്ങൾ എനിക്ക് ഒന്ന് പരാമർശിക്കാതെ പോകാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ തന്നെ ക്ലാസ്, അതുകൊണ്ട് കൂടിയൊക്കെയാണ് ഞാൻ ഒന്ന് ബ്രേക്ക് എടുത്തതും. കാരണം ഒരു ക്ലാസ്സിൽ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഉണ്ടാകും അല്ലെ. ചിലര് കഥ പറയുന്നത് പോലെ പറയും, ചിലര് അതല്ല. ഇപ്പൊ ജെയിംസ് പോൾ ഡോക്ടർ പറയും കഥ പറയുന്നതല്ല, അദ്ദേഹം പറയുന്നത് ഭയങ്കരമായിട്ടുള്ള പോയിന്റ്സ് ആണ്. അതേസമയം ബാലേന്ദ്രൻ ഡോക്ടറുടെ സ്റ്റൈല് വേറെ, നമ്മുടെ ഭാഗ്യലക്ഷ്മി മാഡത്തിന്റെ സ്റ്റൈലും. അപ്പൊ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലായിരിക്കും. അപ്പൊ എൻ്റെ ഒരു ക്ലാസ്സിന് ഇങ്ങനെ ഒരു കമന്റ് ഞാൻ കണ്ടു. കാരണം കഥ മെനയുന്ന ഡോക്ടർ. അപ്പം ഞാൻ ഓർത്തു, ഞാൻ ഈ
കഷ്ടപ്പെട്ട് റിസൾട്ട് കിട്ടിയ പേഷ്യൻസിന് ഒക്കെ തന്നെ അത് കഥ പോലെ പറഞ്ഞത് കൊണ്ടാണല്ലോ, അല്ലാതെ കഥ വെറുതെ നമ്മളൊരു കഥ മെനയുകയല്ലല്ലോ. അപ്പൊ അതെനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. അപ്പൊ അതുമെല്ലാം നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് കിട്ടിയത്. കഥ മെനയുമല്ലല്ലോ, നമ്മള് വെറുതെ ഇരുന്ന് പറയുകയല്ല, നമുക്ക് കിട്ടിയ റിസൾട്ടുകൾ അല്ലെങ്കിൽ കേസുകൾ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയാണ്. പിന്നെ ഒന്ന് രണ്ട് അത് അങ്ങനെ ഒരു കമന്റ് ഞാൻ കണ്ടു. പിന്നെ ഞാൻ കണ്ടത് ഒരു നമ്മളിപ്പം എനിക്ക് ഈ ഇടയ്ക്ക് ഞാൻ കഹിൻക വായിച്ചപ്പോഴാണ് അതിനകത്തൊരു സെന്റൻസ് കണ്ടത്, പോളിയൂറിയ വൈൽ ട്രാവലിംഗ്. അത് കഴിഞ്ഞ് മെഡോറിന ഞാനൊന്ന് വായിച്ചപ്പോൾ ഞാൻ പഠിച്ചിരുന്നപ്പോഴോ പല പ്രാവശ്യം വായിച്ചപ്പോഴോ ഒന്നും കാണാത്ത പല പോയിന്റ്സും ഇപ്പൊ ഇന്നിരുന്ന് വായിച്ചപ്പോൾ പോലെ കിട്ടി. മെഡോറിനത്തിന്റെ ഒരു ക്ലാസ് ഞാൻ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ എടുക്കുകയല്ല, മെഡോറിന ഒന്ന് മെൻഷൻ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നിട്ട് അപ്പോൾ പോലും ഞാൻ കാണാത്ത പല പോയിന്റ്സും എനിക്ക് ഇന്ന് വായിച്ചപ്പോൾ കിട്ടി. അപ്പം നമ്മളാരും ഹോമിയോപ്പതി ഡോക്ടേഴ്സ് എന്നല്ല, നമ്മൾ ആരും തന്നെയും എല്ലാം പഠിച്ചിട്ടല്ല വരുന്നത്. നമ്മൾ മരണം വരെയും പഠിക്കുന്നവരാണെന്നുള്ള അങ്ങനെയാണല്ലോ പഠനം വേണ്ടത്. അപ്പം ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലോട്ട് വരാം. അത് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കത്തില്ല, കാരണം യൂട്യൂബിൽ ഒരുപാട് പേര് ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ കാണുന്നതാണ്. നെഗറ്റീവ് കമന്റ്സും വേണം, എല്ലാം പോസിറ്റീവ് കമന്റ്സ് വേണം എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു നെഗറ്റീവ് എനർജി വരുന്ന ഞാനത് ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആക്കുന്ന ഒരു ആളാണ്. അതെനിക്ക് പോസിറ്റീവ് എനർജി തരികയും അതിന്റെ റിസൾട്ട് എനിക്ക് പ്രാക്ടീസിൽ കിട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ക്ലാസ് ഞാൻ ഓർക്കുന്നത്, ഭാഗ്യലക്ഷ്മി മാഡം ഏതാ ക്ലാസ് ഞാൻ ഓർക്കുന്നില്ല, മാഡം ഒരു റെയർ മെഡിസിനെ കുറിച്ചാണ് ഒരുപാട് അന്ന് മെൻഷൻ ചെയ്തത്. അപ്പോൾ ചില മെഡിസിനൊക്കെ ഇപ്പം പറയാൻ ചിലപ്പോൾ ഇപ്പിക്കാക്കിന്റെ അതിന്റെ സ്പെല്ലിങ് പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പം ഓർക്കണമെന്നില്ല, ചിലപ്പോൾ അത് പറഞ്ഞു വരുമ്പോൾ സ്പെല്ല് ചെയ്യുമ്പോൾ. അപ്പം ചില മെഡിസിനെ കുറിച്ചൊക്കെ സ്പെല്ലിംഗ് ഒക്കെ ചോദിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് ഒരു യൂട്യൂബിൽ താഴെ കമന്റ്സ് വന്നത്, ഇത് സീനിയർ ഡോക്ടേഴ്സ് ഒക്കെയാണ് ഒരുപാട്, ഇംഗ്ലീഷിലായിരുന്നു കമന്റ്സ് ഒക്കെ വന്നത്. ഈ സീനിയർ ഡോക്ടേഴ്സ് ഒക്കെ ഒരുപാട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഇത് ആർക്കും അറിയത്തില്ലേ, അതിന്റെ കറക്റ്റ് അല്ല, ആ മീനിങ് അങ്ങനെയാണ് വന്നത്, ഇതാർക്കും അറിയത്തില്ലേ, സ്പെല്ലിങ് വരെയൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് ഈ കമന്റ് ഇട്ട അദ്ദേഹം തന്നെ എഴുതിയിരുന്നത് മെഡിസിന്റെ എല്ലാം തെറ്റായിട്ടായിരുന്നു സ്പെല്ലിങ്. അപ്പൊ ഞാനൊന്ന് റിപ്ലൈ ഇട്ടു. അപ്പൊ അതെനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി, കാരണം ഞാൻ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ ഉൾപ്പെടെ ഉള്ളവർക്ക് സ്പെല്ലിങ് ചോദിക്കാൻ, നമുക്കിതൊരു പഠന ക്ലാസ് പോലെ ഒരു പഠന വേദിയാണിത്. എല്ലാവരും എല്ലാം തികഞ്ഞിട്ടല്ല ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ കഹിൻകയുടെ ഞാൻ ഇടയ്ക്ക് വായിച്ചപ്പോഴാണ് പോളിയൂറിയ വൈൽ ട്രാവലിംഗ്, ഞാനത് എടുത്ത് പറയുന്നത്. ഇപ്പം എനിക്കതൊരു പേഷ്യന്റ് ആ രീതിയിൽ പിന്നെ വന്നില്ല. ഈ ക്ലാസ്സിൽ ഇപ്പൊ കേൾക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇത് വരുമ്പോ, അങ്ങനെ ഒരു പേഷ്യന്റ് വരുവാണെങ്കിൽ പ്രയോജനമാകട്ടെ. അപ്പൊ പരസ്പര ഷെയറിംഗ് ആണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഈ കമന്റ് ഇട്ട അദ്ദേഹം കറക്റ്റ് ആയിട്ട് സ്പെല്ലിങ് ടൈപ്പ് ചെയ്തിട്ടാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ സാരമില്ല. അദ്ദേഹം ഇട്ടിരുന്നത് അത് തന്നെ ഞാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പിന്നെ അങ്ങനെ ഒരു സംഭവം, വളരെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നുള്ളൂ ശ്രദ്ധിച്ചത്. പിന്നെ ഏതെങ്കിലും ടെസ്റ്റുകൾ ഇപ്പൊ തന്നെ, പിന്നെ ഈ ഇടയ്ക്ക് തന്നെ എൻ്റെ ഒരു പേഷ്യന്റ് ആയിരുന്നു. അപ്പൊ അവർക്ക് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുമ്പോൾ അവർക്ക് ഒരു വെപ്രാളമാണല്ലോ. അപ്പൊ ഫസ്റ്റ് ഡേയിൽ വന്നപ്പോൾ തന്നെ ഞാൻ UTI ആണെന്ന് പറഞ്ഞു. 6 മാസം ആയില്ല വാവയ്ക്ക്. അപ്പൊ UTI ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് അപ്പോഴും തന്നെ എനിക്ക് തോന്നി ആ പേരൻസ് കുറച്ച് നല്ലപോലെ ടെൻസ്ഡ് ആണെന്നുള്ളത്. ഞാൻ ആ UTI ഭയങ്കര സ്ട്രോങ് ആണെന്ന് നമുക്ക് പാൽപ്പേറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ യൂറിൻ ആറി നോക്കി, ബ്ലഡിന്റെ കംപ്ലീറ്റ് അങ്ങ് ഞാൻ എഴുതി കൊടുത്തു. കാരണം പിന്നെ ടെസ്റ്റുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പൊ കംപ്ലീറ്റ് എഴുതി കൊടുത്തു. RFT ഉൾപ്പെടെയാണ് ഞാൻ എഴുതി കൊടുത്തത്. കാരണം എനിക്ക് തോന്നി തന്നെയല്ല പേഷ്യൻസിന്റെ ആ ഒരു ടെൻഷനും, പേരൻസിന്റെ എന്തായാലും അവർ അടുത്ത ദിവസം കൊണ്ടുപോയി. പക്ഷെ എന്നുമായിട്ട് കോണ്ടാക്റ്റിൽ, ആ കേസ് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം, കോണ്ടാക്റ്റിൽ തന്നെ ഇരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴും UTI തന്നെ ആയിരുന്നു. ഈക്കോളെ 5 lakhs ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവസാനം ഇപ്പം നിന്ന് അത് സ്കാൻ ചെയ്യാണ് കിഡ്നി. എന്തായാലും കുഴപ്പമൊന്നുമില്ല. 5 days ഇവിടുത്തെ പ്രമുഖമായ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്, അവിടുത്തെ പീഡിയാട്രീഷ്യനെയൊക്കെയാണ് കാണിച്ചത്. ഞാൻ പറയാൻ കാരണം, അപ്പോ ആ ഒരു ബ്ലഡ് ടെസ്റ്റ് RSV
അപ്പൊ എനിക്ക് പെട്ടെന്ന് അത് മനസ്സിലായി. അപ്പൊ റെസ്പിറേറ്ററി സിൻഡ്രോമിയൽ വൈറസ്. അപ്പൊ നമ്മൾ അങ്ങനെയല്ലേ പഠിക്കുന്നത്, ഓരോ അപ്ഡേഷൻ, ഓരോ ജേർണൽസ് ഒക്കെ പഠിക്കുകയും ഓരോ ഡോക്ടേഴ്സിന് ഇപ്പൊ ഞങ്ങൾ തമ്മിലാണെങ്കിലും ഞാനും സാറും കൂടി തമ്മിലാണെങ്കിലും പറയുക, എല്ലാവരും എല്ലാം തികഞ്ഞവരല്ലല്ലോ. അപ്പൊ നമ്മുടെ ഒരു മധുസൂദന പണിക്കർ, അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ്സിലാണ്. അപ്പൊ എനിക്ക് പേര് പറയുന്നതിന് കുഴപ്പമില്ല. എന്റെ ക്ലാസ്മേറ്റും എന്റെ റൂംമേറ്റുമാണ് ഡോക്ടർ സോയ ഈപ്പൻ. നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്. അത് സോയ ക്ലാസ് എടുക്കാതെ ഞാൻ പലപ്പോഴും സോയയോട് ചോദിച്ചിട്ടുണ്ട്, സോയ എന്താ ക്ലാസ്, നല്ല റിസൾട്ടുള്ള ഡോക്ടറാണ്. സോയയാണ് അന്നിങ്ങനെ ഓരോ ബ്ലഡ് ടെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം അത് സോയ ഒരു വ്യാജ ഡോക്ടറാണോ എന്നുള്ള രീതിയിൽ ഒരു കമന്റ് ഇടുക. അപ്പൊ അങ്ങനെയുള്ള കമന്റ്സ് വന്നോട്ടെ, പക്ഷെ അതൊന്ന് നമ്മുടെ പ്ലാറ്റ്ഫോമിലുള്ള പിന്നെ ഇത് അപ്ലോഡ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ ഉപകാരമായിരിക്കും എന്നാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള എനിക്കുള്ള ഒരു അഭിപ്രായം. എനിക്ക് കുറച്ച് നെഗറ്റീവ് എനർജി കിട്ടിയത് ഞാൻ ഭയങ്കര പോസിറ്റീവാക്കി. ഞാൻ അത്യാവശ്യം ബിസിയായി, നല്ല കേസുകളും എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം എല്ലാവരും അങ്ങനെ തന്നെ ആകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഹോമിയോപ്പതി എന്ന് പറയുന്നത് നല്ലൊരു സിസ്റ്റമാണ്. അതിൻ്റെ എല്ലാ ഗുണഗണങ്ങളും നമ്മൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പിന്നെ ആ ഒരു കോവിഡിന് ശേഷമുള്ള എന്താ ഒരു ഇടിവ്, ആ ഒരു ക്രൈസിസ് ഒക്കെ മാറി ഇപ്പം നല്ലതുപോലെ തന്നെ പേഷ്യൻസ് വരുന്നുമുണ്ട്. അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. യൂട്യൂബിലെ കമന്റ്സിനെ കുറിച്ച് ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്നെനിക്കൊരു എളിയ അഭ്യർത്ഥനയും കൂടെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ് അല്ല, എൻ്റെ എക്സ്പീരിയൻസസ് ആണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ പറയുന്ന ഒന്നും തന്നെ ഒരു കഥ പോലെ പറയുന്ന കഴിവുള്ളവരുണ്ടാവാം. അത് ഓരോരുത്തരുടെ സ്റ്റൈലാണ്. അല്ല, സ്ക്രീൻ ഷെയർ പിന്നെ മതി കേട്ടോ. അപ്പൊ ഇപ്പം കോഹോസ്റ്റ് ആക്കിയില്ലേ ഷൈല ഡോക്ടർ എന്നെ? അല്ല, ഇപ്പോഴല്ല, അത് പിന്നെ പറയാം. അപ്പൊ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ മെഡോർണത്തിനെ കുറിച്ചൊരു ക്ലാസ് അല്ല, ഒന്ന് പഠനം നടത്തിയിട്ടുണ്ട്. അപ്പൊ അന്ന് അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു. അന്ന് ബോറിക്കാണ് ഞാൻ ആക്ച്വലി ഞാൻ ഫോളോ ചെയ്തത്. പക്ഷെ അതിനുശേഷം കുറച്ചും കൂടെ എളുപ്പമല്ലേ കീനോട്ടെന്ന് വിചാരിച്ച് കീനോട്ട് പഠിച്ചപ്പോഴാണ് കീനോട്ടിന് ബോറിക്കിനെക്കാട്ടി കൂടുതൽ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ അന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഞാനത് മറന്നേ പോയി, കുറച്ച് കാര്യങ്ങൾ മാത്രം ഓർമ്മയുണ്ടായുള്ളൂ. നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളല്ലേ ഓർക്കുകയുള്ളൂ. അല്ലാതെ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗുണോറിയൽ വൈറസ് ആണ്, നോസോഡാണ്. അപ്പൊ ഇന്നിങ്ങനെ വായിച്ചപ്പോഴാണ് അത് പിന്നെ എന്തോ ഇന്നിങ്ങനെ വായിച്ചപ്പോഴാണ് ഇത് റുമാറ്റിസം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. റുമാറ്റിസം, ഗൗട്ട്, ഇതിനൊക്കെ വളരെ നല്ലതാണ്. തന്നെയല്ല അത് സ്പൈനൽ ആക്ഷനുണ്ട്, സ്പൈനിന്റെ നെർവ്സിനും അതിന്റെ മെംബ്രെയിൻസിനും ഒക്കെ കവർ ചെയ്യുന്നത് കൊണ്ടും ഒക്കെ റുമാറ്റിസത്തിന് കൊള്ളാം. പിന്നെ അതിന് ഡീഫോമിറ്റീസിന് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഓർമ്മ കാലി കാർബ്, കാലി മൂറ്, വെറേട്രം വെറൈഡ്, ഇതൊക്കെ ഈ കാലി കാർബും കാലി മൂറും വെറേട്രം വെറൈഡും കൊടുത്ത് ഇത് ഡിഫോമിറ്റിക്ക് നല്ല വ്യത്യാസം വരികയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് അത് അന്നേരം ഞാനത് മനസ്സിലോർത്തു, ഇന്റർകറന്റ് ആയിട്ട് നമുക്ക് മെഡോറിനും കൊടുക്കാമല്ലോ. തന്നെയുമല്ല, നമ്മൾ പല ക്ലാസ്സുകളിൽ കേൾക്കുന്ന പോലെ അതൊരു സൈക്കോസിസ് ലെവലിലാണല്ലോ, അതൊരു സിഫിലിറ്റി. ഇപ്പൊ സജിമോൻ ഡോക്ടറുടെ തന്നെ ക്ലാസ്സുകൾ പലപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ അറിയാം, ആ ഒരു സൈക്കോസിസ് ലെവലിൽ നിന്ന് അല്ലെങ്കിൽ സിഫിലിറ്റിക് ലെവലിലോട്ട് പോകുമ്പോഴാണല്ലോ ഡിസ്ട്രക്ഷൻ വരുന്നത്. അപ്പൊ അതൊരു പ്രിവെന്റ് ചെയ്യാൻ ഇത് ഉപകരിക്കുമല്ലോ എന്നൊക്കെ ഓർത്ത്. അപ്പൊ ഞാൻ മെഡോർണത്തിന്റെ കാര്യം പറയാനുള്ള കാരണം, അന്ന് ഇങ്ങനെ ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് എനിക്കൊരു പേഷ്യന്റ് വന്നത്. പേഷ്യന്റ് എന്ന് വെച്ചാൽ തറവാട്ടിലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് 2 സ്ഥലത്തുണ്ട് വീട്, തറവാട്ടിലും ഉണ്ട് ടൗണിലും ഉണ്ട്. അപ്പൊ രാവിലെ ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം രാവിലെ തറവാട്ടിലോട്ട് പോകും. അതെനിക്കൊരു ടൈം ടേബിൾ പോലെ, എനിക്ക് അന്നത്തെ എല്ലാ ദിവസവും നമുക്കൊരു ഓർഡറിലാവുമല്ലോ. അപ്പൊ തറവാട്ടില് അത് സാറിന്റെ ദേവൻ ഡോക്ടറുടെ ഫാമിലി ആയിട്ട് തന്നെ ഉള്ള പേഷ്യൻസ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ടൗണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ അവിടെ ചെറിയ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ചെറിയ രീതിയിൽ എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകുമ്പോൾ അന്ന് ഇതുപോലെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്നെ പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം പോകാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു കുട്ടി വന്നത്. അപ്പൊ അതിന് പണ്ട് തന്നെ ദേവൻ ഡോക്ടറുടെ മെഡിസിൻ കഴിച്ച് TSH ലെവൽ അതിന് കൂടുതലായിരുന്നു, ഹൈപ്പോതൈറോയിഡിസം ആയിരുന്നു. അപ്പൊ അന്ന് മരുന്നൊക്കെ കൊടുത്ത് നോർമലായി. പിന്നെ എന്തോ സാഹചര്യത്തിൽ പിന്നെ വന്നില്ല. മാരേജ് ഒക്കെ കഴിഞ്ഞു. മാരേജ് കഴിഞ്ഞിട്ട് 9 മാസമൊക്കെ ആയപ്പോഴാണ് പിന്നെ കൺസീവ് ആകുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രയാസമായിട്ട് എൻ്റെ അടുത്ത് വന്നത്. 9 മാസമേ ആയുള്ളൂ, എങ്കിലും
കൺസീവ് ആകുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കേസ് എടുത്തപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അനിൽകുമാർ ഡോക്ടർ ആണോ അതോ സേട്ട് സാറാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു മെഡിസിൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ മെഡിസിൻ ഒരു പേഷ്യന്റ് ഉടനെ തന്നെ വരുമെന്നിങ്ങനെ, അങ്ങനെ കാത്തിരിക്കുന്ന പോലെ വരുമെന്നിങ്ങനെ ആരോ ഇങ്ങനെ പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മയുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ആ മോള് പറഞ്ഞതെല്ലാം തന്നെ ഏകദേശം നമ്മൾ പരീക്ഷയ്ക്ക് മെഡോർണത്തിൽ കൊണ്ടുപോയി ആക്കുന്ന പോലല്ല, ആ പേഷ്യന്റ് പറഞ്ഞ ആ മോള് പറഞ്ഞ സിംറ്റംസിൽ അനവധി കുറെ കാര്യങ്ങൾ, എല്ലാ സിംറ്റംസും ഒന്നല്ല ഞാൻ പറഞ്ഞു, എങ്കിലും അത് പറഞ്ഞത് കേസ് ഞാനൊന്ന് പറയാം. 5/6/2024 എന്നെ വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടി വന്നത്. അന്ന് ആ കുട്ടി പറഞ്ഞത് 13 വയസ്സിലാണ് പീരീഡ് മിനാർക്ക ആയത്. അന്ന് തൊട്ട് അതിന് വയറുവേദന ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ മെഡോർണം വായിക്കുമ്പോൾ അന്ന് പക്ഷെ ഞാൻ കേസെടുത്ത് അത് മെഡോർണം പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്ക് അത്ര ഓർമ്മ വന്നില്ല. ഇന്ന് ഞാൻ വായിച്ചപ്പോഴാണ് മെഡോർണത്തിന് നല്ല ഡിസ്മെനോറിയ ഉണ്ട്. ഡിസ്മെനോറിയ വന്നിട്ട് ഈ നീസ് ഡ്രോൺ അപ്പ്, കീനോട്ടിലുണ്ട്, അത് ഡ്രോൺ അപ്പ് ചെയ്യുക, അത്രയ്ക്ക് സിവിയർ ആയിട്ടുള്ള ഡിസ്മെനോറിയ ഉണ്ട് മെഡോർണത്തിന്. അപ്പൊ ഇന്റർ കറന്റ് ആയിട്ട് അത് കൊടുക്കാമല്ലോ, അങ്ങനത്തെ സിംറ്റം വരുവാണ്. അത് എല്ലാവരും ഒന്ന് വായിച്ചു വേണമേ. മെഡിസിൻ കീനോട്ടാണ് ഞാൻ നോക്കിയത് ഇന്ന് പഠിച്ചത്. അപ്പോൾ ഡിസ്മെനോറിയ ഉണ്ടായിരുന്നു, ഒക്കേഷണൽ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്, വെർട്ടേഗോ ഉണ്ട്. ഞാൻ ഉറപ്പായിട്ട് ഈ ഒരു ഫാമിലി ഹിസ്റ്ററി, അതായത് അവരുടെ ഹോൾ ഫാമിലി അറിയുകയും എൻ്റെ ദേവൻ ഡോക്ടറെ അടുത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഞാനൊന്ന് TSH ഒക്കെ നോക്കി. TSH നോക്കിയപ്പോൾ അന്ന്, അതായത് 5/6/2024 TSH നോക്കിയപ്പോൾ 8.54, ആന്റി TPO നോക്കിയപ്പോൾ 569. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ബിലോ 34 ആയിട്ട് ഇരിക്കേണ്ടതാണ് ഈ ഒരു രീതിയിൽ നിന്നത്. പിന്നെ പറഞ്ഞത് കേസ് എടുത്തപ്പം ലൈങ് ഓൺ അബ്ഡമൻ ആണ് ആ കുട്ടിക്ക് ആശ്വാസം, അത് നമുക്ക് മെഡോർണത്തിനുണ്ട്. പിന്നെ പുളി, അത് എപ്പോഴും ഏട്ടൻ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഓറഞ്ച് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക്, കൂടുതലും കുട്ടികൾക്ക് അങ്ങനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഏട്ടൻ മെഡോർണം പ്രിസ്ക്രൈബ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അപ്പൊ ഇവിടെ പുളി ഓറഞ്ച് പറയുന്നുണ്ട്, കീനോട്ടിൽ പ്രത്യേക ഓറഞ്ച്, അത് സമയം ബോറിക്കിനകത്ത് ഓറഞ്ച് പറയുന്നുമില്ല. അപ്പൊ അത് അങ്ങനെയാ, ഇപ്പം ചന്ദ്രമതി ചേച്ചി പല മെറ്റീരിയലുകളും റെഫർ ചെയ്യുന്നത് നമ്മൾ ക്ലാസ്സുകളിൽ കേൾക്കാറുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് പോയിന്റ്സുകൾ നമ്മൾ നിരന്തരം, എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഒരു മെഡിസിൻ പഠിച്ചാൽ മതിയോ പല ബുക്കുകളാകുമ്പോൾ തന്നെ എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട്. അപ്പം കീനോട്ടിൽ ഇത് ഓറഞ്ച് കണ്ടു. അതുപോലെ ഇതുണ്ട്, സോൾട്ട് ഡിസയർ, സ്വീറ്റ് ഡിസയർ. ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണെ, എല്ലാവരും ഒന്ന് കീനോട്ട് വായിച്ചോണം. അപ്പൊ ലൈങ് കൊണ്ട് അബ്ഡമൻ, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഹോട്ട് പേഷ്യന്റ് ആണ്, ഫാൻ വേണം. കോൾഡ് സ്വെറ്റ് ആണ്, ഫ്ലാമി സ്വെറ്റ് ഒന്നും പറയുന്നില്ല, കോൾഡ് സ്വെറ്റ് ഒന്നും പറയുന്നുണ്ട്. അത് ബെറേട്രം ആൽബിനുണ്ട്, കാർബോവിജിനുണ്ട്. അൺകവറിങ് ആണ് ചെയ്യുന്നത്. പിന്നെ ഞാനിങ്ങനെ ആ കുട്ടി വന്നിരുന്നപ്പോൾ കണ്ടൊരു കാര്യമാണ്, കാലിങ്ങനെ ഇങ്ങനെ 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 ആട്ടിയാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ അബിഡിറ്റി ഫീലിങ്, അത് നമ്മുടെ സിങ്കമെറ്റിനുണ്ടല്ലോ, അതൊന്ന് കൊടുത്തു. പിന്നെ പുളി നല്ലതുപോലെ ഇഷ്ടമാണ്. അപ്പൊ പുളി ഇഷ്ടമുള്ളതിന് ഞാൻ 3 സ്റ്റാർ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ. അങ്ങനെ സ്റ്റാർ ഒക്കെ ഇട്ട് വെക്കും, അതൊരു സന്തോഷമാണല്ലോ. പിന്നെ സോൾട്ട്, പിന്നെ കുറച്ച് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കട്ടെ. അപ്പൊ അന്ന് എനിക്ക് അത്രയും നല്ലതുപോലെ അങ്ങനെ കേസ് എടുക്കാനുള്ള അല്ല, മിക്കവാറും അങ്ങനെ കേസ് എടുക്കും അന്നെന്തോ കുറച്ചുകൂടി നല്ലതുപോലെ ആ കേസ് കിട്ടുകയും ചെയ്തു. ചില ദിവസങ്ങളിൽ അങ്ങനെയാണല്ലോ, ചില പേഷ്യൻസിന്റെ ആ ഒരു നമ്മളും പേഷ്യൻസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും അങ്ങനെ വരും. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടിയ ഒരു സിംറ്റം ആയിരുന്നു തണ്ടർസ്ട്രോം അഗ്രവേഷൻ. നമ്മളെല്ലാം അങ്ങനെ മെഡോർണ ആണെന്ന് വിചാരിച്ചല്ല ആക്ച്വലി ഞാൻ കേസ് എടുത്തതും, പക്ഷെ തണ്ടർസ്ട്രോം അഗ്രവേഷൻ. അപ്പൊ അന്നെല്ലാം വായിച്ചിരുന്നത് കൊണ്ട് ആ ഓർമ്മയും ഉണ്ടായിരുന്നു, തണ്ടർസ്ട്രോം അഗ്രവേഷൻ. പിന്നെ ഈസിലി വീപ്സ്, മെഡോർണത്തിന്റെ ഒരു സിംറ്റം ഈസിലി വീപ്സ് എന്ന് പറയുമ്പോൾ പൾസാറ്റിൽ നമ്മൾ ഓർക്കുമായിരിക്കും, പക്ഷെ മെഡോർണത്തിനും സെപ്പിയയ്ക്ക്, അത് എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമായിരുന്നു. സെപ്പിയയ്ക്കും കനോട്ട് ടെൽ സിംറ്റംസ് വിത്തൗട്ട് വീപ്പിംഗ്. സെപ്പിയയ്ക്ക് ഉണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ലാസ്സുകളിലൊക്കെ കേൾക്കുമെങ്കിലും ഇനിയിപ്പോ തറവായി ഞാൻ മറന്നു പോകത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ പേഷ്യൻസ് വരുമ്പോൾ നമുക്കത് ഓർക്കുകയും നമ്മൾ അപ്ലൈ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ആ ഒരു ദൈവാധീനം അല്ലെങ്കിൽ ആ അറിവ് നമുക്ക് പ്രയോജനം ചെയ്യുള്ളൂ. അപ്പൊ മെഡോർണത്തിനും ഉണ്ട് ഇത്. അപ്പൊ ഈ മോളും ഇങ്ങനെ തന്നെ പെട്ടെന്ന് കരയുമെന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് ഞാൻ പിന്നെ ഒരു ഹിസ്റ്ററി പറഞ്ഞത് തന്നെയല്ല, ആ ഫാമിലി മൊത്തം എനിക്കറിയില്ല. ആ കുട്ടിയുടെ അമ്മയ്ക്കും ഞാൻ ഈ അതിർത്തിയ അതിന് തൊട്ട് മുമ്പത്തെ ദിവസം വന്നപ്പം അവർക്ക് 3 റിപ്പീറ്റഡ് ആയിട്ട് അബോർഷൻസ് വന്നിട്ടുണ്ട്. അതെന്റെ മനസ്സിലുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയല്ല, അമ്മയുടെ ചേച്ചിക്ക്
ചേച്ചിക്കും ഒരു ബോൺ മാരോ CA ഉണ്ട്. അപ്പൊ അതും എന്റെ മനസ്സിലുണ്ട്. നീ ശരിക്കും ഒരു അർത്ഥത്തിൽ ഹോമിയോപ്പതി ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം കുറേ നമുക്ക് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. കാരണം ഒരു ഫാമിലി ആയിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഫാമിലി മെമ്പേഴ്സിന്റെ ഫാമിലി ഹിസ്റ്ററി എടുക്കാതെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ആ ഒരു CA ഹിസ്റ്ററിയും അപ്പൊ അത് അന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അത് ഞാൻ എഴുതിയിടുകയും ചെയ്തു. എന്തായാലും ഞാനിപ്പം എൻ്റെ ഒരു തിയറി അല്ലെങ്കിൽ എന്റെയും സാറിന്റെയും തിയറി എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയും, എനിക്ക് ഓർഗനോണിനെ ദേവൻ ഡോക്ടറെ പോലെ അത്ര വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലെങ്കിലും ആ ഫസ്റ്റ് 2-3 അഫോറിസം, ഫസ്റ്റ് 2 ആ അഫോറിസത്തിലൊക്കെയാണ് എന്റെ ബേസിക് കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ പണ്ടൊരു ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ PSC ഞാനൊക്കെ ലാസ്റ്റ് സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇപ്പോഴല്ലേ ആ MCQ ഒക്കെ വന്നത്, അതല്ലേ അത് തന്നെ ഒബ്ജക്റ്റീവ് വന്നത്. അപ്പൊ അന്ന് എക്സാം എഴുതിയ ലാസ്റ്റ് ബാച്ച് ഞാനായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു 100 മാർക്കിൽ 30 മാർക്ക് ഓർഗനാണ്. അന്ന് ആ മാർക്ക് സ്കോർ ചെയ്ത് ദേവൻ ഡോക്ടറുടെ കൂടെ ഇരുന്ന് പഠിച്ചുകൊണ്ട് മാത്രം. ഇപ്പോഴും എനിക്ക് ഓർഗനാണ് അത്ര അറിയത്തില്ല. പക്ഷെ എനിക്ക് നമ്മൾ എന്തായാലും പഠിച്ചതാണ്, നമുക്ക് ആ പ്രിൻസിപ്പിൾസ് പറയാൻ വയ്യെന്നുള്ളൂ, നമ്മുടെ മനസ്സിൽ അതുണ്ടല്ലോ. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ പേഷ്യൻസിന് നല്ലതുപോലെ ക്യൂർ കൊടുക്കുക പെട്ടെന്ന് തന്നെ എന്നുള്ളതാണ് എന്റെ മനസ്സിലെ അടിസ്ഥാനമായിട്ടുള്ള ഒരു സിംഗിൾ മെഡിസിൻ മാത്രം കൊണ്ട് എല്ലാ കേസുകളും മാറുമെന്ന് എനിക്ക് അങ്ങനെ മാറ്റണമെന്ന് ആഗ്രഹം അങ്ങനെ പറയാനും പറ്റത്തില്ല. കാരണം ഇപ്പൊ ഒന്നും പണ്ടത്തെ ഹാനിമാന്റെ അദ്ദേഹത്തിന്റെ കാലത്തിലെ രീതികളോ അല്ലെങ്കിൽ അസുഖങ്ങളോ അല്ലെങ്കിൽ നമ്മൾ മനുഷ്യർ തന്നെ അതല്ല, നമ്മൾ കഴിക്കുന്ന ഫുഡ് വ്യത്യാസം കൊണ്ട് അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്, കോംപ്ലക്സ് ആണ്. ഞാൻ അങ്ങനെ സിംഗിൾ മെഡിസിൻ അല്ല കൊടുക്കുന്നത്. എന്തായാലും ഞാൻ മെഡോർണമാണ് അന്ന് പ്രിസ്ക്രൈബ് ചെയ്തത്. മെഡോർണം മാത്രമല്ല, ടെന്നം കൊടുത്തു, 4 BT ആണ് കൊടുത്തത്. അതായത് ഒരു മാസത്തേക്ക് കൊടുത്തു. 4 BT എന്ന് പറയുമ്പോൾ ഞാൻ സൺഡേസ് ആണ് പറയാറ്. സൺഡേസിൽ വേറെ മെഡിസിൻ ഒന്നും കഴിക്കാതെ അന്ന് രാത്രി കഴിക്കാൻ പറയും. അത് കൊടുത്തിട്ട് പിന്നെ ഞാൻ ആ കുട്ടിക്ക് അന്നത്തെ കാൽക്കേറിയൈഡാണ് കൊടുത്തത്. അതിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വെച്ചിട്ട് കാൽക്കേറിയൈഡ് 30 കൊടുത്തു, റെസ്ക്യൂ റെമഡി കൊടുത്തു. പിന്നെ തൈറോയിഡിനം തൈറോയിഡിന് എല്ലാ കേസിലും ഇൻഡിക്കേറ്റഡ് ആണെന്നല്ല ഞാൻ പറയുന്നത്. ചില കേസിലൊക്കെ ചില കേസിൽ എനിക്ക് നമ്മുടെ ബാലേന്ദ്രൻ ഡോക്ടർ പറഞ്ഞ തൂജ വണ്ണം, നേട്രമൂർ വണ്ണം അത് കൊടുക്കുമ്പോൾ ചില കേസിൽ എന്ന് വെച്ചാല് നേട്രമൂറിന്റെ നമുക്കറിയാലോ, ഹൈപ്പോയും ഹൈപ്പറിനാണെങ്കിലും ഹൈപ്പോയ്ക്ക് ആണെങ്കിലും ഉപ്പുമായിട്ട് ഞാൻ ആ രീതിയിലാണ് അത് പഠിച്ചത്. ഉപ്പുമായിട്ടുള്ള ബന്ധം എന്നുള്ള രീതിയിൽ നേട്രമൂർ പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിലും സാർ അത് പറഞ്ഞിട്ടുണ്ട്, ബാലേന്ദ്രൻ ഡോക്ടർ അത് പറഞ്ഞിട്ടുണ്ട്. ഹൈപ്പോ ആണെങ്കിലും ഹൈപ്പർ ആണെങ്കിലും തൂജ വണ്ണം, നേട്രമൂർ വണ്ണം. അപ്പൊ അദ്ദേഹത്തിന്റെ രീതിയിലല്ല ഞാൻ കൊടുത്തത്. അദ്ദേഹം പറയുന്നത് എനിക്കൊന്ന് ഓൾട്ടർനേറ്റ് ഡേയ്സ് അല്ലേ ഏട്ടാ, ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണ് അദ്ദേഹം പറയാറ്. ഞാൻ ആ രീതിയിലല്ല, ഒരു ഫസ്റ്റ് 3 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിട്ട് പിന്നെ ബാലേന്ദ്രൻ ഡോക്ടർ പറയുന്നത് ചിലപ്പോൾ ഒരു 20 ഡേയ്സ് കഴിഞ്ഞ്, ഞാൻ ചിലപ്പോൾ 1 മന്ത് കഴിഞ്ഞായിരിക്കും കൊടുക്കുക. എന്തായാലും അത് കൊടുത്തു. മെഡോർണം 10 ആണ് കൊടുത്തത്. പിന്നെ തൈറോയിഡിനും 10 കൊടുത്തു. അത് ഞാൻ അതിനുശേഷം കഴിക്കാനും പറഞ്ഞു. പിന്നെ കാൽക്കേറിയൈഡ് കൊടുത്തു, റെസ്ക്യൂ റെമഡിയും കൊടുത്തു. അത് വന്നു കഴിഞ്ഞപ്പം പിന്നത്തെ കൺസൾട്ടേഷൻ എനിക്ക് ആ ഒരു ഫാമിലി ഹിസ്റ്ററി നമ്മുടെ അതായത് വല്യമ്മയ്ക്ക് ആയിരുന്നല്ലോ ബോൺ മാരോ ക്യാൻസർ ഉണ്ടായിരുന്നു. ആ ഒരു ഫാമിലി ഹിസ്റ്ററി വെച്ചുകൊണ്ട് ഞാൻ കാഴ്സിനോസിൻ വണ്ണം ഒരു ഡോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നു. അപ്പൊ ലാസ്റ്റ് ഈ 5/6 വന്നത്. 5/6 വന്നപ്പോ 20/5 മെയ് 20 അതിന് ലാസ്റ്റ് മെൻസസ് വന്നത്. അതിൻ്റെ ഇടയ്ക്ക് അതിനൊരു അക്യൂട്ട് കംപ്ലൈന്റ് വന്നു. അപ്പൊ ഞാൻ ഈ റെഗുലർ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തിട്ട് അക്യൂട്ട് കംപ്ലൈന്റിനുള്ള മെഡിസിൻ ഒക്കെ കൊടുത്തു. വീണ്ടും 27 അതായത് ഞാൻ പറഞ്ഞു 20/6 വന്നു. വീണ്ടും 27 പിന്നെയും വന്നപ്പോൾ 5/6 വന്നു. 27 പിന്നെ വന്നപ്പോൾ സെയിം മെയ് മാസം എന്നെ കൺസൾട്ട് ചെയ്ത ആ മാസത്തിൽ അതിന് ആ കുട്ടിക്ക് മെൻസസ് ആയിരുന്നു. 24/6 ഞാൻ മെഡോർണം CM കൊടുത്തു. വീണ്ടും ഒന്നുകൂടെ എടുത്തപ്പോൾ ഞാൻ കോൺഫിഡന്റ് ആയിരുന്നു. മെഡോർണം CM ആണ് കൊടുത്തത്. എഗെയിൻ 4 BT കൊടുത്തു. എവരി സൺഡേസിൽ കൊടുത്തു. പിന്നെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തു നമ്മളുടെ കാൽക്കേറിയൈഡ്, റെസ്ക്യൂ റെമഡി ഒക്കെ കൊടുത്തു വിട്ടു. അത് കഴിഞ്ഞപ്പം 24/6 ആ കുട്ടിക്ക് മെൻസസ് ആയത്. 27 എൻ്റെ അടുത്ത് വന്നു. പിന്നെ വന്നത് 2/8 അതായത് 24/7 പീരീഡ് ആയില്ല. 2/8 നോക്കുമ്പോൾ പ്രഗ്നൻസി പോസിറ്റീവ് ആണ്. UTP യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയിരുന്നു. പിന്നത്തെ കഥയൊന്നും നമ്മൾ പറയണ്ടല്ലോ.
ഒരു പോസിറ്റീവ് ആണെന്ന്. അപ്പൊ എനിക്ക് സത്യത്തില് ഉടനെ കൺസീവ് ആകണ്ട എന്നൊരു വിചാരം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ആ കുട്ടികളോട് ഷെയർ ചെയ്തല്ലോ. കാരണം എനിക്ക് TPO അതങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഒരു ചെറിയ ആശങ്ക ഇല്ലാതിരുന്നില്ല. പക്ഷെ അവർ കൺസീവ് ആയി കഴിഞ്ഞപ്പോൾ ഞാനത് പ്രകടിപ്പിച്ചില്ല, ഞാനൊന്നും പറഞ്ഞുമില്ല. പക്ഷെ അപ്പോഴത്തേക്കും പിന്നെ ആങ്സൈറ്റി ആയി. അതിന് നമ്മള് പല പ്രാവശ്യം എനിക്ക് തോന്നുന്നു ശാന്തചന്ദ്രൻ മാഡം ആണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഏറ്റുമാനൂരുള്ള ഒരു പേഷ്യന്റിന്റെ കാര്യം പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം വീണ്ടും ഞാൻ അതുകൊണ്ട് ആ കേട്ടന്റെ ആ ഒരു സന്തോഷം, അതോടെ അക്കോണേറ്റ് വണ്ണമും RR കൂടിയാണ് ഞാൻ കൊടുത്തത്. അത് ഞാൻ വീണ്ടും ഞാൻ പറഞ്ഞല്ലോ ഒരു 2 hour ഇന്റർവെല്ലിൽ കൊടുക്കാൻ പറഞ്ഞു. അവന്റെ ഒരു ആങ്സൈറ്റി ഒക്കെ മാറി. പിന്നെ ഞാൻ മിക്കവാറും എല്ലാ കേസിലും, പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞല്ലോ അമ്മയുടെ കേസ് എനിക്ക് ഓർമ്മയുണ്ട്. എന്നോട് കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ എൻ്റെ പ്രായമാണ് എൻ്റെ അമ്മ. അപ്പൊ ആ കുട്ടി എന്നോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ സിഫിലിന്റെ മണ്ണം കൊടുത്തു. കാരണം 3 അബോർഷൻസ് ആണ് ഉണ്ടായത് റിപ്പീറ്റഡ് ആയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ മോള്, അത് കഴിഞ്ഞിട്ട് ഒരു 3 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു മോനും കൂടി ഉണ്ടായി. അതുകൊണ്ട് ആ ഹിസ്റ്ററി എനിക്ക് ഓർമ്മയുള്ളത് കൊണ്ട് ഞാൻ സിഫിലിന്റെ മണ്ണം കൊടുത്തു, വണ്ണം തന്നെ കൊടുത്തു. അത് അപ്പോഴത്തേക്കും പിന്നെ അടുത്ത ഒരു ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ തന്നെ, ഒത്തിരി പഴയമാണ്, അതായത് ഈ കുട്ടിയുടെ ഹസ്ബൻഡിനെ ഡെലിവറി എടുത്ത ആ ഡോക്ടർ തന്നെയാണ് പിന്നെ പോയി കണ്ടപ്പോഴത്തേക്കും അറിയാമല്ലോ ഫസ്റ്റ് ഡേയിൽ തന്നെയല്ലേ ഇപ്പോഴും സ്കാനിങ്ങും ഒക്കെ ഉള്ളത്. അപ്പം അത് പിന്നെ സ്കാൻ ചെയ്തപ്പോൾ എന്താ ത്രട്ടൻഡ് അബോർഷൻ. ആകെ പ്രശ്നമായി. അവിടുന്ന് എന്തായാലും ഇല്ല, ഇപ്പൊ ഇല്ല, ത്രട്ടൻഡ് അബോർഷൻ എന്നാണ് റിപ്പോർട്ട് എഴുതി കൊടുത്തത്. അപ്പൊ ആ കുട്ടി IT ഫീൽഡിലുള്ള കുട്ടിയാണിത്. അപ്പം ലീവ് എടുക്കണം, ഇരുന്ന് ജോലി ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ആകെ വർക്ക് ഫ്രം ഹോം ആയിരുന്നു, ആകെ പ്രശ്നമായി. എന്തായാലും എന്തോ അവരെ ആ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് നേരെ ചേർത്തലയിലുള്ള ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് വന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ ത്രട്ടൻഡ് അബോർഷന് നമ്മളുടെ പിന്നെ ഇതിനകത്ത് നമ്മുടെ റഡാറിൽ കോളോഫൈലം മാത്രമേ ഉള്ളൂ. കോളോഫൈലം 30 കൊടുത്തു. വീണ്ടും അക്കോണേറ്റും റെസ്ക്യൂറബിളി കൊടുത്തു, ഹാർണിക്കയും കൂടെ കൊടുത്തു ഞാൻ. കാരണം അക്കോണേറ്റും ഹാർണിക്കയും കോംപ്ലിമെന്ററി കൂടിയാണ്. പ്രത്യേകിച്ചും പറയുന്ന ഇനി ഇഞ്ചുറി കേസസ്, ഇഞ്ചുറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, എന്നാലും അപ്പൊ അതൊരു കോംപ്ലിമെന്ററി കൂടിയാണ് ആർണിക്കയും അക്കോണേറ്റും. ഇപ്പിക്കയ്ക്കും ആർണിക്കയും കൂടി കഫില് കോംപ്ലിമെന്ററി ആണ്. സൾഫറും അക്കോണേറ്റും ഉള്ള റിലേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അത് വെച്ച് ഞാൻ അക്കോണേറ്റ് വണ്ണമും അതിന്റെ ഒരു ആങ്സൈറ്റി ഒക്കെ വെച്ചാണ് അത് കൊടുക്കുകയും പിന്നെ ആർണിക്ക വണ്ണമും കൊടുത്തു. ബ്ലീഡിങ് ത്രട്ടൻഡ് അബോർഷൻ നമുക്ക് അതിന്റെ റിപ്പോർട്ട് കണ്ടാൽ നമുക്ക് വിഷമം വരും. ആ രീതിയിൽ കുഞ്ഞിനെ കാണാനില്ല, കുഞ്ഞിന്റെ ചുറ്റും ബ്ലഡ് ക്ലോട്ടാണ്. ഓഫ് കോഴ്സ് അവര് പ്രൊജസ്ട്രോണിന് എന്തോ ഒരു മെഡിസിൻ, പേര് ഞാൻ വിട്ടുപോയി, പ്രൊജസ്ട്രോൺ അവിടുന്ന് കൊടുക്കുകയും ചെയ്തു. പക്ഷെ സ്റ്റിൽ നമ്മളുടെ മെഡിസിനും കൂടി അവർ കണ്ടിന്യൂ ചെയ്തു. ഇത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച അപ്പൊ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തെന്നറിയാമോ, ഞാനൊന്ന് TSH നോക്കി എൻ്റെ ഒരു ഉറപ്പിന് വേണ്ടി. TPO അങ്ങനെ തന്നെ നിന്നെങ്കിൽ TSH ഈ 8.54 എന്നുള്ളതിൽ നിന്നും 1.02 ആയിട്ട് മാറി. പക്ഷെ TPO കുറഞ്ഞിട്ടില്ലായിരുന്നു, അതങ്ങനെ തന്നെ നിന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ ത്രട്ടൻഡ് അബോർഷൻ എന്നുള്ള ആ ഒരു റിപ്പോർട്ടൊക്കെ മാറി. ഞാനിനി ഇപ്പം അവസാനം 1-2 ഇത് മാത്രം കാണിക്കാം. സ്ലൈഡ് ഷെയറിംഗ് കൂടെ ഞാനൊന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ അത് കഴിയുമ്പോൾ നമുക്ക്, കാരണം എന്ന് വെച്ചാൽ ഇതൊന്നും ഞാൻ വീണ്ടും പറയാറില്ല, നമ്മൾ ഇതൊന്നും ഒരു കഥയല്ല, നമുക്കങ്ങനെ കഥ മെനയാനും പറ്റില്ല. അപ്പൊ ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ട് കേസ് പ്രസന്റ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യുകയും ചെയ്യാം. അപ്പം വീണ്ടും അങ്ങനെ അത് കൊടുത്തു. അവര് വീണ്ടും നമ്മുടെ മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്തു. കാലികാർബ്, അതിന് ആ കുട്ടിക്ക് നടുവേദനയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ കാലികാർബ് 200 ആണ് കൊടുത്തത്. പിന്നെ ഞാൻ ഇതുപോലെ ഒന്ന് റെഫർ ചെയ്തപ്പം ടോക്സോപ്ലാസ്മ ഗോണ്ടെ റിപ്പീറ്റഡ് അബോർഷൻസിനും കൊള്ളാം. സ്വാഭാവികമായിട്ട് ഈ കുട്ടിക്ക് ആ ഒരു ത്രട്ടൻഡ് അബോർഷൻ വന്ന് സ്വാഭാവികമായിട്ടും അതിന്റെ മെറ്റേണൽ ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ ടോക്സോപ്ലാസ്മ ഗോണ്ടെ 30 അങ്ങനെയാണോ അത് പ്രൊനൗൺസ് ചെയ്യുന്നത്, 30 കാലികാർബ് 200 കൂടെ കൊടുത്തു. ഇതെല്ലാം ഞാൻ 5 ml മെഡിക്കേറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. ഒരു TDS ആയിട്ട് കഴിക്കാൻ പറയും. അത് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ പോയി. പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 14/8 ഞാൻ ഈ ടോക്സോപ്ലാസ്മ ഗോണ്ടെ കൊടുത്തത്. പിന്നെ കാലികാർബൂടെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഏകദേശം ഒരു 9-9 മാസം ആയപ്പോഴത്തേക്കും, അതായത് 8-ാം മാസം, പിന്നെ ഒരു കഷ്ടിച്ച് 2 മാസമേ നമ്മളുടെ മെഡിസിൻ കഴിച്ചുള്ളൂ. ബാക്കി എന്താ സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം
സ്വാഭാവികമായിട്ടും അലോപ്പതി ചെന്ന് കഴിയുമ്പോൾ പിന്നെ അവര് പറയുന്നത് പിന്നെ അല്ലേ ഫോളോ ചെയ്യും. ഞാനും കമ്പൽ ചെയ്യാൻ പോയില്ല, ഞാനത് സൈലന്റ് ആയിട്ടിരുന്നു. കാരണം ഇതുപോലെ മരട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് റിട്ടയർ ചെയ്ത് ആ ലാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ലാസ്റ്റ് 1 ഇയർ എനിക്ക് എറണാകുളം ഹോസ്പിറ്റലിൽ എനിക്ക് ജനനിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അന്ന് അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ DMO ലീന റാണി മാഡമാണ് എനിക്ക് അന്നത്തെ ഒരു അങ്ങനെ ഒരു ചാൻസ് തന്നത്. അതുകൊണ്ട് എനിക്ക് ധാരാളം കേസുകൾ എനിക്ക് കാണാൻ സാധിച്ചു. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ്, പേഷ്യൻസിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, എന്നാൽ ചിലർ നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യും. ചിലര് പോസിറ്റീവ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ പിന്നെ ഒന്ന് സമീപിക്കുകയും ചെയ്യാമല്ലോ. അപ്പൊ ആ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കത് ഫീൽ ചെയ്തില്ല. അന്ന് വളരെ സന്തോഷത്തോടെ എനിക്ക് പറയാൻ സാധിക്കും, ആ ഒരു വർഷം കൊണ്ട് എനിക്ക് 15 കേസ് പോസിറ്റീവായി. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസും ഒരു ധൈര്യവും ഒക്കെ നമുക്കുണ്ടായിരുന്നു. എത്രയായാലും നമുക്ക് അതൊരു ഒരു സ്പെഷ്യൽ വിങ് ആണല്ലോ. അപ്പം സ്വാഭാവികമായിട്ട് അതുകൊണ്ട് എനിക്കൊന്നും തോന്നിയില്ല. ഒരു പിന്നെ വരുന്നത് കുഞ്ഞൊക്കെ ആയിട്ട് ഒരു കുഴപ്പമില്ല, പക്ഷെ സിസേറിയൻ ആയിരുന്നു. എല്ലാം ഒരു നല്ലൊരു ആൺകുഞ്ഞ് നെ കിട്ടി. അതെല്ലാം കഴിഞ്ഞപ്പോ പിന്നെ നമ്മുടെ അടുത്ത് വരുന്നത്, അതായത് 17/8/2024 ശേഷം പിന്നെ ഒരു പ്രാവശ്യം എന്തോ അല്ല 2/9 വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് 17/4 ആ കുട്ടിക്ക് പൈൽസിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വന്ന് അതെല്ലാം ഒന്ന് മരുന്ന് കഴിച്ചിട്ട് പിന്നെ അത് ഏപ്രിൽ മാസം കുഞ്ഞുമാവ ഉണ്ടായതിനു ശേഷം പിന്നെ വരുന്നത് 2025 11/6 ജൂണിലാണ് പാല് കുറവാണെന്ന് പറഞ്ഞത്. എനിക്ക് അന്നേരം ചിരിയാ വന്നേ. കാരണം എന്ന് വെച്ചാല് എന്തെല്ലാം മെഡിസിൻസ് കൊടുത്തു ആ പാല് വരാനായിട്ട്. ഒരുപാട് എന്തോ ഫോമുല അങ്ങനെ കുഞ്ഞിന് അത് കൊടുക്കുന്നു, ഭയങ്കര പ്രശ്നങ്ങൾ. അപ്പൊ ഞാനൊന്ന് ചിരിച്ചിട്ട് ഞാൻ കൊടുത്ത മെഡിസിൻ ആദ്യം ഭക്ഷണം ഒന്ന് ക്രമീകരിക്കാൻ പറഞ്ഞു. കാരണം പിന്നെ ഞാൻ കണ്ടുവരുന്ന ഒരു പ്രവണത, അത് ഞാൻ ഒരിക്കലും ഒരു പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. ഇപ്പൊ ഈയിടെയല്ല, എനിക്കൊന്ന് 2-3 വർഷമായി കാണാം. അത് നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ ഇരിക്കുന്ന ഡോക്ടേഴ്സിനെല്ലാം അറിയാമായിരിക്കും. ഇപ്പോഴത്തെ ഗൈനക്കോളജിസ്റ്റുകൾ പറയുന്നത് പിന്നെ ആയുർവേദ ഒന്നും കഴിക്കരുത്, വേദിടരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അത് എനിക്ക് വലിയൊരു അതിശയമായിട്ടാണ് തോന്നുന്നത്. എന്താ അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാനൊക്കെ ലേറ്റ് മാരേജ് ആയിരുന്നു. എങ്കിൽ പോലും ഫസ്റ്റ് ഡെലിവറി നോർമൽ ഡെലിവറി ആയിരുന്നു. ഒരു 56 ദിവസവും അമ്മ വേദിട്ട് കുളിപ്പിച്ചതിന്റെ ആ ഒരു ബലം ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ തലമുറയോട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗൈനക്കോളജിസ്റ്റുകൾ, ഈവൻ ഞാൻ പറഞ്ഞില്ലേ, ഈ കേസ് പറയുന്ന ഈ ഗൈനക്കോളജിസ്റ്റ് വളരെ പ്രായം ചെന്ന് 10-70 ഇല്ലേ, 70 വയസ്സ് കാണത്തില്ല, 10-70 വയസ്സുള്ള ഗൈനക്കോളജിസ്റ്റ് ആണ്. മാഡം പോലും ഈ ആയുർവേദം ഒന്നും ചെയ്യരുതെന്ന് പറയുന്ന എന്തിന്റെ ഇതിലാണ് നമുക്ക് ഉള്ളിൽ അറിയായിരിക്കും, നമ്മളത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. സ്റ്റിൽ എനിക്കതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പൊ ഒന്നും ചെയ്തില്ല, ആയുർവേദ മരുന്നുകൾ ഒന്നും തന്നെ ചെയ്തില്ല. കഷായമോ അല്ലെങ്കിൽ ലേഹ്യമോ അങ്ങനെ ഇങ്ങനെ ഉള്ള ഒന്നും ചെയ്യാതെയാണ് ഈ ഉള്ള ഫോമുല തന്നെ. വല്ല കുട്ടികൾക്കാണെങ്കിൽ A to Z എന്നുള്ള രീതിയിൽ വൈറ്റമിൻസ് കൊടുക്കും. അപ്പൊ ഞാനത് ഇല്ല, വേണ്ട പറയാൻ. ഇവിടെ സ്ക്രീൻ ഷെയറിങ്ങിനെ കുറിച്ചാണ് ഇവിടെ അച്ഛന്റെയും മോന്റെയും ഡിസ്കഷൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട്. അപ്പം ഞാൻ പറയുന്ന കേൾക്കാമല്ലോ ശൈല ഡോക്ടറെ? കേൾക്കാം. ഡോക്ടറെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ, സ്ക്രീൻ ഷെയർ ചെയ്യാം. അല്ല, ഇപ്പഴില്ല, അത് ഞാനൊന്ന് പറയാം. ഞാൻ ഫോണിൽ നിന്ന് കയറിയ അല്ലെ, അത്യാവശ്യമില്ല, എന്നാലും ഫോണിൽ നിന്ന് വേണമെന്ന് കയറി 1-2 റിപ്പോർട്ടുകൾ കാണിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പൊ അത് പോട്ടെ. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു ഫോമുല അങ്ങനെ കുഞ്ഞിന് കൊടുക്കുന്നു, A to Z ഇത് ഇങ്ങനെ ഇതെല്ലാം കണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ശരി. എന്തായാലും അവര് വീണ്ടും നമ്മുടെ അടുത്ത് തന്നെ വന്നു കേട്ടോ. അങ്ങനെ വന്നപ്പോ ഞാൻ കൊടുത്തത് പാലുണ്ടാകാനുള്ള പാലില്ല ഡോക്ടറെ, കുഞ്ഞ് കരയുന്നു, അമ്മ കരയുന്നു. അപ്പൊ നമ്മൾ പല ക്ലാസ്സുകളിലും ഇപ്പം ഇവിടെ കേട്ടിട്ടുണ്ട് ഗോസിപ്പിയം ടിഞ്ചർ, ഗലേജ ടിഞ്ചർ, റിസിനസ് കമ്മ്യൂണിസ്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഇതെല്ലാം മെഡിസിൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ആർട്ടിക്ക ഓറൻസ് ടിഞ്ചറും ആൽഫാൽഫ ടിഞ്ചറും കൂടി ഞാൻ ഒരു 15 ml ഡ്രോപ്പറിൽ ഈക്വൽ പ്രപ്പോർഷനിലാണ് ഞാൻ അത് കൊടുത്തത്. രണ്ടും ഒരു ബോട്ടിൽ തന്നെ ഞാൻ വെച്ച് കൊടുത്തിട്ട്, പിന്നെ ആ കുട്ടിക്ക് ഇതുണ്ടായിരുന്ന നമ്മുടെ പൈൽസിന്റെ ബുദ്ധിമുട്ടും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ റെറ്റാൻഹിയ സിംറ്റംസ് ചോദിച്ചിട്ട് റെറ്റാൻഹിയ 3x, അതായത് നല്ല ബേണിങ് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. 3x ആണ് ഞങ്ങൾ റെറ്റാൻഹിയ സാധാരണ കൊടുക്കാറ്. 3x ഒരു 5 ml ഇതുപോലെ മെഡിക്കേറ്റ് ചെയ്ത് അത് പെയിൻ മാറുന്നത് വരെ ഞാൻ സാധാരണ പറയുന്നത് 3 പിൽസ് വീതം 2 hourly കഴിക്കും. പിന്നെ പെയിൻ കുറഞ്ഞു കഴിയുമ്പോൾ
4 times ഡെയിലി അല്ലെ 3 times ഡെയിലി അങ്ങനെയാണ് കഴിക്കുന്നത്. അപ്പൊ തൊട്ട് പിന്നെ അത് കഴിക്കാൻ തുടങ്ങി. അപ്പൊ ഇത് വന്നത് 11/6 വന്നത്. 17/6 അപ്പൊ എനിക്ക് തോന്നുന്നു മെഡിസിൻ കുറച്ച് കൊടുത്തു. അവർക്ക് നമ്മളെ വിശ്വാസമാണല്ലോ. ഈ പല എന്താ പറയാ, പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹസ്ബൻഡിന്റെ വീട്ടുകാരുടെ ഒരു അഭിപ്രായം അങ്ങനെയൊക്കെ കൊണ്ട് അവർ പോകുന്നതാ. അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞില്ല, തൈറോനോമോ എൽട്രോസിനോ എന്തോ കഴിക്കാനും തുടങ്ങി. അതാ ഞാൻ പറഞ്ഞു ഇടയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ പോയല്ല, അവർ പോയപ്പം മാഡം പറഞ്ഞ അനുസരിച്ച് അലോപ്പതി മെഡിസിനും തുടങ്ങി. തൈറോനോമാണ് എൽട്രോസിനാണ്, ഞാനത് നോട്ട് ചെയ്തിട്ടില്ല. എനിവേ എന്തായാലും 11/6 വന്നു, ഇത് സ്റ്റാർട്ട് ചെയ്തു. 17/6 ഈ കുട്ടിക്ക് എന്ത് പറ്റി? അത് ആ മോള് തന്നെ വന്നു എൻ്റെ അടുത്ത് വാവയും കൊണ്ടൊക്കെ. അവരുടെ ആ മാമോദിസ അതിനൊക്കെ എന്നെ വിളിച്ചിരുന്നുണ്ട്. അതൊക്കെ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ. ഞാൻ പോവുകയും ചെയ്തിരുന്നു. അത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ആ മോൾക്ക് സംഭവം ശരിയാണ്. മോൾക്കും ഫാമിലിക്കും നമ്മുടെ ഹോമിയോപ്പതിയോട്, പ്രത്യേകിച്ചും ഏട്ടന്റെ ദേവൻ ഡോക്ടറുടെ അച്ഛൻ തൊട്ടൊക്കെയുള്ള നമ്മുടെ നെയ്ബർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര വിശ്വാസമാണ്. അപ്പം പറഞ്ഞു, ഡോക്ടറെ ഞാൻ മരുന്ന് അങ്ങ് നിർത്തി, അലോപ്പതി ഇനി തൈറോനമാണെന്ന് തോന്നി, ഞാൻ ഓർക്കുന്നില്ല, അത് നിർത്തി, എനിക്കിനി രാജേശ്വരി ഡോക്ടറെ മരുന്ന് മതി. അപ്പം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു നിർബന്ധമായിട്ടും ബ്ലഡ് നോക്കണം. ബ്ലഡ് നോക്കിക്കൊണ്ട് വന്നപ്പോൾ TSH 0.009 അതാണ് റിപ്പോർട്ട്. RT-TP ഒരു കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, ഒരു 3. എന്നിട്ടും നോർമൽ ഒന്നും ആയിട്ടില്ല. അത്രയും മെഡിസിൻ കഴിച്ചിട്ട് 335 ആണ്. നമ്മൾ ആദ്യം നോക്കുമ്പോഴെത്രയായിരുന്നു? 569 എന്നുള്ളത് ഈ അലോപ്പതി മെഡിസിൻ ഒക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്ക് TSH 0.009 RT-TPO 335. അത് HB കുഴപ്പമില്ല. HB ഞാൻ പറഞ്ഞൊന്ന് നോക്കിച്ച 12.6. അപ്പൊ ഞാൻ വീണ്ടും എന്താ ചെയ്തതെന്ന് വെച്ചാല് അതൊന്ന് നിർത്തിയിട്ടാണ് വരുന്നത്. എൻ്റെ ഒരു അനുഭവത്തിൽ, ഒരു പക്ഷേ ഈ പ്ലാറ്റ്ഫോമിലുള്ള ഡോക്ടേഴ്സിന് എല്ലാം അത് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. വേറെ ഏതെങ്കിലും ഒരു, പ്രത്യേകിച്ച് അലോപ്പതി മെഡിസിൻ ഇങ്ങനെയുള്ളതിന് കഴിക്കുവാണെങ്കിൽ നമ്മൾ സഡനായിട്ട് നിർത്താതിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഒരു ബുദ്ധിപരമായ നീക്കം. ടേപ്പർ ചെയ്ത് നിർത്തുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 75 ആണെങ്കിൽ, നോർമൽ ആണെങ്കിൽ പോലും പെട്ടെന്ന് കുറയ്ക്കാതെ ഒരു ദിവസം 75, പിന്നെ അടുത്ത ദിവസം 50, അങ്ങനെ. അല്ലെന്നുണ്ടെങ്കിൽ ടേപ്പറിങ് അറിയാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉരച്ച് കഴിക്കുക. അതാണല്ലോ അതിന്റെ ആക്ച്വൽ മെത്തേഡ്. അപ്പം ഈ കുട്ടി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളോടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനോടുള്ള, അത് ഞാൻ പറഞ്ഞല്ലോ, ആ വീടിന്റെ അച്ഛൻ തൊട്ടുള്ള ആ ഒരു പരിചയവും വിശ്വാസവും കൊണ്ട് സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് എൻ്റെ അടുത്ത് വന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു റിസൾട്ട് കിട്ടിയത്. അപ്പൊ എഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തൈറോയിഡിന് 10 ആണ് കൊടുത്തത്. അതുകൊണ്ട് ഒട്ടുമിക്ക എല്ലാ കേസിനെന്ന് പറയാൻ പറ്റത്തില്ല, ചില കേസിന് ഇപ്പം ഇതൊന്നും കൊടുക്കാതെ തന്നെ, ഇപ്പൊ ബാലേന്ദ്രൻ ഡോക്ടർ പറഞ്ഞ ആ ഒരു പ്രോട്ടോകോള്, ചിലതിന് ഇതൊന്നും ആവശ്യം വരാം. അത് നമ്മൾ ഡിപ്പെൻസ് ആണ്, ഹോമിയോപ്പതിയുടെ ഒരു സവിശേഷതയാണല്ലോ അത്. തൈറോയിഡിന് 10 കൊടുത്തു. പിന്നെ അതിന് ആ ആർട്ടിക്ക യൂറൻസും ആൽഫാൽഫയും കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ അത് കൊടുത്തു. പിന്നെ റെസ്ക്യൂ റെമഡിയും കൊടുത്തു വിട്ടു. വീണ്ടും ഞാനൊരു വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പൊ തൈറോയിഡിന് 10 ആഴ്ചയിൽ 1 വെച്ചാണ് കഴിക്കുന്നത്. 1 മാസം കഴിഞ്ഞപ്പോഴേ ഞാൻ പറയാൻ തുടങ്ങി, ഇത് നോക്കണം മോളെ, അതില്ല ഡോക്ടർ മരുന്ന് തന്നാൽ മതി. ഞാൻ പിന്നെ 2ാമത്തെ മാസമായപ്പോൾ ഞാൻ നിർബന്ധമായിട്ട്, കാരണം ഈ 0.009 എങ്ങനെയായി നമ്മളുടെ മെഡിസിൻ കൊടുത്തിട്ട്, ആദ്യം കുറഞ്ഞു, ഓഫ്കോഴ്സ് തൈറോയിഡിന് 10 കൊടുത്തിട്ടാണ് ആ 8 ആ ഒരു 1.02 ആയിട്ട് കുറഞ്ഞത്. ആ ഒരു ഹിസ്റ്ററി വെച്ച്, ആ ഒരു ഇത് വെച്ചാണ് ഞാൻ തൈറോയിഡിന് 10 വീണ്ടും കൊടുത്തത്. പക്ഷേ ഞാൻ നിർബന്ധമായിട്ട് ആദ്യത്തെ മാസം നോക്കിയില്ല. 2ാമത്തെ മാസമായപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാതെ ഞാൻ മരുന്ന് തരത്തില്ലെന്ന് പറഞ്ഞു. നോക്കിയപ്പം TSH 132 എബോവ് ആണ് കാണിക്കുന്നത്. RT-TPO കുറച്ച് സ്വല്പം ഒന്ന് കൂടി. അപ്പൊ ഞാൻ തൈറോഗ്ലോബിനെ ഒന്ന് നോക്കി, TAG ഒന്ന് നോക്കി. അപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിയാവത്തില്ലെന്ന് തോന്നിയിട്ട് ഞാൻ സാറിന്റെ പ്രോട്ടോകോളാണ്, ബാലേന്ദ്രൻ ഡോക്ടറുടെ പ്രോട്ടോകോളാണ് ഞാൻ അന്ന് സ്വീകരിച്ചത്. തൂജ വണ്ണമും നേട്രമൂർ വണ്ണമും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം കൊടുത്ത പോലല്ല ഞാൻ കൊടുത്തത്. ഫസ്റ്റ് 3 days അത് കഴിച്ചിട്ട് ഇപ്പൊ 6 AM and 7 AM, ഈവനിങ് 6 PM and 7 PM, അങ്ങനെ 3 ദിവസം കഴിച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ആ കുട്ടി അങ്ങ് വല്ലാതെ അങ്ങ് വണ്ണിച്ചു. പിന്നെ ആദ്യം ഫസ്റ്റ് ഞാൻ കാൽക്കേരിയ അയഡ് കൊടുത്തിരുന്നു. അഗെയിൻ ഞാനത് കാൽക്കേരിയ അയഡും കൊടുത്ത്, പിന്നെ ഒരു സോഫ്റ്റ് ആയിരുന്നത് സ്പോഞ്ചിയ 200 കൊടുത്തു. അത് 7 ml പിൽസ് വീണ്ടും 1 monthനാണ് ഞാൻ കൊടുത്തത്. 7 ml പിൽസാണ് ഞാൻ കൊടുത്തത്. കൽക്കേരിയയുടെ രാവിലെ 2 പ്രാവശ്യം കഴിക്കാൻ പറയും. സ്പോഞ്ചിയ 200 രാത്രി 2 പ്രാവശ്യം കഴിക്കാൻ പറയും, 1 hour ഇന്റർവെല്ലില്. ഈ തൂജ വണ്ണമും നേട്രമൂർ വണ്ണമും അദ്ദേഹം പറയുന്ന പോലെ തന്നെ വീണ്ടും
20th ഡേയിൽ 20, 21, 22 ദിവസങ്ങളിൽ ആ ദിവസങ്ങളിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറയും. അന്ന് ഞാൻ ഈ കാൽക്കേരിയയുടെ സ്പോഞ്ചിയും കഴിക്കണ്ടെന്ന് പറയും. ഇപ്പം ഞങ്ങൾക്ക് ഇപ്പം ദേവൻ ഡോക്ടറൊക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, സ്കോളർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ്. അവിടെ നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും, ജോളി ഡോക്ടർ തൃശ്ശൂരുള്ള നല്ലൊരു ക്ലാസ് എടുത്തായിരുന്നു. ഭയങ്കര, എനിക്കറിയത്തില്ല, ഈ തൈറോയിഡിനെ കുറിച്ച് ഭയങ്കര നല്ലൊരു ഡീപ്പായിട്ടുള്ളൊരു ക്ലാസ് ആണ് എടുത്തത്. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ, UPHന്റെ പ്ലാറ്റ്ഫോമിൽ വരുമോ എനിക്കറിയില്ല, വേണമെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്ക്. നല്ല നല്ല ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും നല്ല ഇതുമാണ്. മാഡം ആണ് ഇങ്ങനെ പറഞ്ഞ് സ്പോഞ്ചിയ, അത് പക്ഷേ അത് ഈ ഇടയ്ക്കുള്ള ക്ലാസ്സിലാണ്. എന്നാലും സ്പോഞ്ചിയ ഹൈപ്പോ തൈറോയിഡിസത്തിനും ഹൈപ്പർ തൈറോയിഡിസത്തിനും നല്ലതാണ്. പിന്നെ സ്പോഞ്ച് നമുക്കറിയാലോ, അപ്പൊ ഈ കുട്ടിയുടെ സോഫ്റ്റ് ആണ്, അപ്പൊ അതുകൊണ്ടും കൂടിയാണ് ഞാനത് സ്പോഞ്ചിയ കൊടുത്തത്. കൃത്യമായിട്ട് തന്നെ എന്നായിരുന്നു നമ്മൾ കൊടുത്തത്, 8/8/2025 കൊടുത്തു. ഞാൻ കർശനമായിട്ട് തന്നെ 7/8 നോക്കിച്ചു. 7/8 നോക്കിച്ചപ്പം ഈ 132 എന്നുള്ളത് കുറഞ്ഞ് 36 കുറഞ്ഞു 1 മാസം കൊണ്ട്. അതെ, 8/8 ഞാൻ നോക്കിച്ചു, 36.98 അതായത് ഇതിപ്പോ 10ാം മാസമാണല്ലോ. 8/8 നോക്കിച്ച്, 8/8 നോക്കിയത്, സോറി, 8/8 132 ആയത്. 7/9 അതായത് കഴിഞ്ഞ മാസം നോക്കിയപ്പോൾ 36.98 കുറഞ്ഞു. വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്തു. അതായത് തൂജ വണ്ണം, നേത്രമൂർ വണ്ണം, അഗെയിൻ ഫസ്റ്റ് 3 days. അത് കഴിഞ്ഞിട്ട് ഞാൻ കാൽക്കേരേഡും 30യും സ്പോഞ്ചിയ 200 കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും അക്യൂട്ട് കണ്ടീഷൻസ് വരുമ്പോൾ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് അക്യൂട്ട് ഇതിനുള്ള മെഡിസിൻസ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ ഇരിക്കുകയാണ് ഈ കുഞ്ഞിൻ്റെ, അത് ഞാൻ പറയാം, അതും കൂടി ഞാൻ പറയാം. അപ്പോൾ കുഞ്ഞിന് അസുഖം വന്നപ്പോൾ ആകെ ഇറഗുലറായി, പ്രശ്നമായി, മരുന്ന് കഴിച്ചില്ല, അങ്ങനെയൊക്കെ വന്നു. പിന്നെ ആ കുട്ടിക്ക്, ആ കുഞ്ഞിനെ കൊണ്ടുപോയി, ഞാൻ മുമ്പേ പറഞ്ഞ കേസാണ് അത്, UTI ആയിരുന്നു. 5 lakhs ആണ് അതിന് ഈക്കോളെ വന്നത്. പക്ഷെ അത് ഫസ്റ്റ് ഡേയിൽ തന്നെ എനിക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റി. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ പിന്നെ അവർ തിരികെ നമ്മുടെ അടുത്ത് തന്നെ വന്നു. പക്ഷെ ആ കുട്ടിയെ അഡ്മിറ്റ് ചെയ്ത് തന്നെ ചികിത്സിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അഡ്മിറ്റ് ചെയ്തു. അന്നാണ് ഞാൻ ഈ RSVയുടെ കാര്യമൊക്കെ പറഞ്ഞത്. എന്ന് വെച്ചാല് ഇപ്പോഴത്തെ ഒരു പേഷ്യൻസിന് ഇന്ന അസുഖമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമാധാനമാകും. എന്ത് സീരിയസ്, ക്യാൻസർ ആണോ, അല്ലെങ്കിൽ RSV, അല്ലെങ്കിൽ ചെസ്റ്റ് ഇൻഫെക്ഷൻ, ഡയഗ്നോസിസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമായത്. പണ്ടും അങ്ങനെ തന്നെ, എങ്കിലും അതിനകത്ത് നമ്മളെല്ലാവരും കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥനയുള്ളത്. അതൊരു ഭയങ്കര ഒരു അഭിപ്രായം എനിക്കതുണ്ട്. അപ്പം അങ്ങനെ ആയപ്പോൾ എങ്കിലും ഞാനത് എൻ്റെ ഒരു ഇതില് ഭയങ്കരമായിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു, ഒരു മെഡിസിൻ കഴിച്ചേ പറ്റുകയുള്ളൂ. കാരണം നമ്മളെ വിശ്വസിച്ച് വന്നതാണ്. എങ്കിലും ഒരു 36.98 എന്നുള്ളത് 7/9 ഞാൻ എന്തായാലും ബലം പിടിച്ച് ഈ ഒരു 2 ദിവസം മുമ്പ് വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ 19.98 ആയിട്ടുണ്ട്. ആ റിപ്പോർട്ടാണ് ഞാൻ കാണിക്കാതെ, പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു കേസാണ് എനിക്കിന്ന് പ്രധാനമായിട്ടും പറയാനുള്ളത്. അത് വളരെ വലിയൊരു സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇതിലെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന പല ഡോക്ടേഴ്സിനും ഇതിനെക്കാട്ടിലും നല്ല റിസൾട്ട് കിട്ടിയ കേസ് ഉണ്ടായിരിക്കും എന്ന് നമുക്കറിയാം. എങ്കിലും ഞാനൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്തതാണ്. എനിക്കതൊരു അത് എന്ന് വെച്ചാൽ മെഡോറിനത്തിൽ തുടങ്ങി, അതാണ് ഞാൻ പറഞ്ഞു. ഇപ്പോഴത്തെ ഒരു കേസ് എന്ന് വെച്ചാൽ മെഡോറിനം ഒരു സിംഗിൾ മെഡിസിൻ അല്ലെങ്കിൽ സിംഗിൾ ഒരു ഡോസ് കൊടുത്തുകൊണ്ട് മാത്രം നമുക്ക് കേസുകൾ മാറ്റാൻ പറ്റത്തില്ല. മൾട്ടി മെയാസ് ഇല്ലേ, അങ്ങനല്ലേ? മെയാസം എന്ന് പറഞ്ഞാൽ സിംഗിൾ മെയാസമല്ല, പല മെയാസംസ് എല്ലാം കൂടി വന്നൊരു കോംപ്ലക്സ് ആണ് ഇപ്പം. നമ്മൾ തന്നെ അങ്ങനെയാണല്ലോ ഇപ്പം. അപ്പൊ അതുകൊണ്ട് പക്ഷെ നമ്മളുടെ കൂടെ നിൽക്കുന്ന പേഷ്യൻസിനെ നമുക്ക് നല്ലതുപോലെ സുഖപ്പെടുത്താന്നുള്ള ഒരു വിശ്വാസമാണ് ഇപ്പൊ നമുക്ക്. ഞാനിപ്പോ ഈ ഒരു കേസ് ഇത്രയും 2 വർഷമായിട്ട് നമ്മുടെ കൂടെ ഉള്ളതാണ്. എനിക്ക് ഇപ്പോഴും ആ കുട്ടി സ്റ്റിൽ കണ്ടിന്യൂ ചെയ്ത മെഡിസിൻ. അതൊരു കേസ്. ഇനി സമയം എന്തായി? സമയം ഏകദേശം 18:20 ആവാൻ പോണു, 10:20. പിന്നെ ധനേഷ് ഡോക്ടർ ഇടയ്ക്കുന്ന ഹാൻഡ് റൈസ് ചെയ്ത് എന്താ പറയാ, ഇനി ഒരു കേസ് പറയാനുള്ള സമയം ഉണ്ടോ? ഇല്ല. എന്താ ധനേഷ് ഡോക്ടറെ? ധനേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. ഞാൻ പിന്നെ ഡോക്ടർ സംസാരിച്ചു. അല്ല, ധനേഷ് ഡോക്ടർ ചെയ്യുമായിരുന്നു. ധനേഷ് ഡോക്ടറെ എന്താണ് ഹാൻഡ് റൈസ് ചെയ്തിരുന്നല്ലോ, മുന്നോട്ട് സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് ധനേഷ് ഡോക്ടറാണോ? എന്നാ അതിനായിരിക്കും, ഓഹോസ്റ്റ് ആക്കിയിട്ടില്ലായിരുന്നു, അതിനായിരിക്കും. ഞാൻ വിചാരിച്ചു വല്ലതും പറയാനായിരിക്കും.
വന്നോ? വന്നു അത് പക്ഷെ ഇതാണോ കാണിക്കേണ്ടത്? അടുത്താണോ? എന്താ എനിക്ക് കാണാൻ പറ്റുന്നില്ല ദിനേശ് ഡോക്ടറെ. അയ്യോ, അപ്പൊ കാണണ്ടാണല്ലോ. ഞാൻ കാണുന്നുണ്ടല്ലോ. പക്ഷെ മൊബൈലിൽ നിന്ന് വരുന്ന പോലെ തോന്നുന്നത്. ഇത്തിരി കുറച്ച് വീതി വേണം കേട്ടാ. എല്ലാരും ചെയ്യണം. ഇത് 132 ഇതാണ് ഫസ്റ്റ് റിപ്പോർട്ട് ദിനേശ് ഡോക്ടറെ. ഞാൻ നോക്കട്ടെ, ഒന്നുകൂടെ നോക്കട്ടെ. ഇത് മൊബൈലിൽ കിടക്കുന്ന പോലെ വീതി കുറഞ്ഞിങ്ങനെ. ഞാൻ മൊബൈലിൽ അയച്ചു കൊടുത്ത ശൈല ഡോക്ടർ. എന്നാ അതുകൊണ്ടായിരിക്കും. കാണാം ഡോക്ടറെ. അപ്പൊ ഇച്ചിരി ഒന്ന് എല്ലാവരും ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ. ഇത് ഫസ്റ്റ് റിപ്പോർട്ടാ ശൈല മാഡം. 7/8 132 ഫസ്റ്റ് വന്നപ്പോ. ഇത് ഫസ്റ്റ് ആണ് ദിനേശ് ഡോക്ടറെ. മതി. അടുത്തത് ഇനി 7/9 36.98 36. അത് രണ്ടാമത് വന്നിട്ടുണ്ട്. ഫോൺ ഇത് സ്റ്റക്കായിരിക്കുകയാണ്. ആ സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാവോ? ഞാൻ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാം. ഫോൺ സ്റ്റക്കായിരിക്കുക. അതറിയോ? അതായത് ആ സ്ക്രീൻ ഷെയറില് എനിക്ക് അലോ മൾട്ടിപ്പിൾ. അപ്പൊ അലോ അത് ഇപ്പുറത്തെ സൈഡിൽ ഞെക്കി കഴിയുമ്പോ അത് ക്യാൻസൽ ആവും. ഇപ്പുറത്തെ സൈഡിൽ ഒന്നും ഇല്ലല്ലോ. ദയവാണ്ട് ക്ലോസ് എന്ന് വരും. അലോ എന്നുള്ളത് നോക്കട്ടെ. അല്ല, ഇത് ക്ലോസ് ചെയ്യണം. എന്റെ അത് ക്ലോസ് ചെയ്താലേ എനിക്ക് ചെയ്യാൻ പറ്റും. പോയി. ഓക്കെ, പോയി. ഇപ്പൊ വേറെ വീഡിയോ ഷെയർ ചെയ്യാം. ഡോക്ടറെ വന്നില്ല. വരും. ഇപ്പൊ ഫോൺ തിരിക്കുമ്പോ തിരിഞ്ഞു വരുന്ന. ഇത് 19 ഇത് ലാസ്റ്റ്. അത് മതി. മറ്റേ ഇടയ്ക്കുള്ള കാണിച്ചില്ലേലും കുഴപ്പമില്ല. ഇത് ലാസ്റ്റ് കഴിഞ്ഞ ദിവസം ചെയ്തതാ. അല്ലെ 13/10. താങ്ക് യു ദിനേശ് ഡോക്ടറെ. മറ്റേതൂടെ നോക്കട്ടെ. ഇല്ല, അത് സാരമില്ല. അത് ഇടയ്ക്കുള്ളതല്ലേ. ഇതിപ്പോ ലേറ്റസ്റ്റ് അല്ലേ. 13/10 റിപ്പോർട്ടാ. ശരി. താങ്ക് യു ദിനേശ് ഡോക്ടറെ. അപ്പോ ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ ശൈല മാഡം? പറഞ്ഞു. ഇപ്പം ഈ ഒരു രീതിയിലാണ് എൻ്റെ ഒരു കേസ് ടേക്കിങ്ങും കഴിയുന്നതും റിപ്പോർട്ടുകൾ കളക്ട് ചെയ്തുകൊണ്ടും ഒക്കെ ഉള്ളതാണ്. ഇനിയുള്ള ക്ലാസ്സുകളിൽ വരാൻ തന്നെ ശ്രമിക്കാം. ഉറക്കം എൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. എങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എന്നെ കൊണ്ട് ഇത് അതിൻ്റെയാണ്. എത്രയേട്ടാ? 36.98 ആണോ? അടുത്തത് വന്നല്ലോ. എനിക്ക് കാണാം. ഇത് രണ്ടാമത്തെ. അതായത് 7/9. അപ്പൊ ഇതുപോലെ കുറെ കേസുകൾ എനിക്കിങ്ങനെ റിപ്പോർട്ടുകൾ സഹിതം എനിക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമല്ല, അങ്ങനെ ഞാൻ കളക്ട് ചെയ്ത് വെക്കുകയാണ്. കാരണം നമ്മൾ വെറുതെ വീണ്ടും ഞാനത് പറയുകയാണ്, പോസിറ്റീവ് എനർജി ആയിട്ട് നമ്മൾ വെറുതെ ഒരു കഥ മെനയുന്ന ഡോക്ടർ അല്ല. അത് റിസൾട്ട് വിത്ത് എവിഡൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ കുറെ അധികം ഇപ്പൊ 50 ലക്ഷത്തിന്റെ ഈ കുട്ടിയുടെ തന്നെ കുഞ്ഞിന്റെ കാര്യമാണ് പറഞ്ഞത്. അതേസമയം എനിക്കൊരു അത് ഞാൻ അധികം വൈകാതെ തന്നെ ഒരു റിപ്പോർട്ട് ഞാൻ അയക്കാം. കാരണം ക്ലാസ് എടുക്കുമ്പോൾ കാണിക്കാം. 70 ലക്ഷമായിരുന്നു ആ കുട്ടിയുടെ ഈക്കോളെ. അത് ഇൻഫെർട്ടിലിറ്റി കേസ് തന്നെ ആയിരുന്നു. 70 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച്. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു അവസാനം. അതൊരു അലോപ്പതി ഫാർമസിസ്റ്റ് ആയിരുന്നു. മോളെ ഒന്നത് കണ്ണാടി ഉപയോഗിക്കുന്നത് ഇഷ്ടമില്ല. കാരണം എന്ന് വെച്ചാൽ പ്രായമായിന്ന് ആർക്കും തോന്നരുതല്ലോ. അതുകൊണ്ട് കണ്ണാടി ഉപയോഗിക്കാറില്ല. അപ്പൊ ഞാൻ അവസാനം ആ കുട്ടിയോട് ചോദിച്ചു, മോളെ ഇത് 70,000 ആണോ 70 lakhs ആണോ? അല്ല മാഡം, അത് 70,000 ആണ്. അല്ല സോറി, 70 lakhs ആന്ന് പറഞ്ഞത്. നമ്മളെ നില്ലാക്കി കൺസീവായെന്ന് പറഞ്ഞാൽ ഈ കേസ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ആ കേസ് വന്നത്. ഭയങ്കര എന്താ പറയുന്ന, നമ്മള് നല്ല മലയാളത്തിൽ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ ഭയങ്കര കോലാഹലമായിപ്പോയി. പക്ഷെ ആ കുട്ടി നമ്മുടെ കൂടെ തന്നെ നിന്നു. ഭയങ്കര ഞാൻ അതിന്റെ റിപ്പോർട്ട് എല്ലാം ഒന്ന് കളക്ട് ചെയ്തിട്ട് ആ കേസ് പ്രസന്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നല്ല നല്ല ഡോക്ടേഴ്സ് അവരുടെ റിസൾട്ട്സുകൾ കാണിച്ചത് കൊണ്ടാണല്ലോ നമുക്കും ആ കോൺഫിഡൻസ് വരികയും
ഞാൻ ആലോചിച്ചു, ദേവൻ ഡോക്ടറോട് ഞാൻ പറയും, എല്ലാവർക്കും സാധിക്കുന്ന എന്തുകൊണ്ട് നമുക്കും സാധിച്ചുകൂടാ എന്നുള്ള ഒരു ഇതുകൊണ്ട്. എല്ലാവർക്കും പ്രാക്ടീസ് ഉണ്ട്, നമുക്കും പ്രത്യേകിച്ചും സാറിനും പ്രാക്ടീസ് ഉണ്ട്. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാനത് കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ ലേഡീസിനോട് എനിക്ക് പറയാനുള്ളത്, രാജേശ്വരി ഡോക്ടർ ഒന്ന് കൺക്ലൂഡ് ചെയ്താലേ നമുക്ക് ആർക്കെങ്കിലും ശരി. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ പറയാനുണ്ടെങ്കിലോ ശരി ശരി. അപ്പൊ 5 ഞാൻ മിനിറ്റേ പെട്ടെന്ന് ഉള്ളൂ. കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് ഓക്കെ. ഇത് കൂടി നമുക്ക് ലേഡീസിനോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് പ്രാക്ടീസിൽ താല്പര്യം നല്ലതുപോലെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ഒരു വീട്ടിലെ കാര്യങ്ങളും പ്രാക്ടീസും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ കുറച്ചൊരു പ്രയാസമായിരിക്കും. പക്ഷെ എങ്കിലും എനിക്ക് എന്നെ സഹായിക്കാൻ ഒരു നല്ലൊരു ചേച്ചിയുണ്ട്. ഒരു ഹെൽപ്പ് ചെയ്യാൻ ഒരു 8 വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ളതാണ്. ആ ചേച്ചി എന്താ പറയാ ഉള്ളത് കൊണ്ടും കൂടിയാണ് എനിക്ക് കൂടുതൽ ഇപ്പൊ പ്രാക്ടീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ശരിക്കും ഒരു 24/7 എന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പൊ അങ്ങിരിക്കും. അതുകൊണ്ട് പേഷ്യൻസിന് അതുകൊണ്ടും കൂടിയാണ് എനിക്ക് നല്ലപോലെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത് എന്നുള്ളത് അത്രയും പോസിറ്റീവായിട്ട് ഞാൻ പറയുകയാണ്. അപ്പം നമുക്ക് ആര് വിചാരിച്ചാലും ആർക്ക് വേണമെങ്കിലും നല്ലതുപോലെ പ്രാക്ടീസ് ആക്കി എടുക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നിർത്തിയ തൽക്കാലം. ആർക്കെങ്കിലും ഓക്കെ. നമുക്ക് ഇനി വളരെ കുറച്ച് സമയമുള്ളൂ. 5 മിനിറ്റ് ഉണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽകുമാർ. നമസ്കാരം സർ. ഞാൻ ഇടയ്ക്കാണ് കയറിയപ്പം പിന്നെ ഡോക്ടർ പറഞ്ഞു എന്തോ ഒരു നെഗറ്റീവ് കമന്റിന്റെ കാര്യം പറഞ്ഞു. എന്താണ് സംഭവം മനസ്സിലായില്ല. അത് നെഗറ്റീവ് കമന്റ് എന്റെ തന്നെ ഡോക്ടറെ, നമ്മുടെ ഹോമിയോപ്പതി കേട്ട നെഗറ്റീവിന് വേണ്ടി ഇരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഹോമിയോപ്പതി കേട്ടിട്ടല്ല, ഹോമിയോപ്പതി എന്നുള്ളതല്ല. ഒന്ന് പറഞ്ഞത്, ഒന്ന് എന്റെ തന്നെ ക്ലാസ്സിനായിരുന്നു. അത് കഥ മെനയുന്ന ഡോക്ടർ. അപ്പൊ എനിക്ക് അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് തോന്നും. വേണമെങ്കിൽ കഥ കേൾക്കുന്ന പോലെ എന്ന് വേണമെങ്കിലും വിചാരിക്കാം. കഥ മെനയുന്ന ഡോക്ടർ എന്നൊരു കമന്റ് ഇങ്ങനെ എന്റെ തന്നെ ക്ലാസ്സിന് കേട്ടു ഞാൻ. കാര്യമായിട്ട് എടുക്കട്ടെ. പിന്നെ അടുത്തത് അല്ലെ, കാര്യമായിട്ട് എടുക്കാത്തതുകൊണ്ടാണല്ലോ ഇപ്പൊ റിപ്പോർട്ട് സഹിതം വന്നത്. വെറും കഥയല്ലാന്ന് കാണിക്കാൻ വേണ്ടി. ആയിക്കോട്ടെ, നമ്മളെല്ലാവരും റിപ്പോർട്ട് സഹിതം തന്നെ വരുന്നത്, കുഴപ്പമൊന്നുമില്ല. അതെ അതെ. അപ്പം രണ്ടാമത് ഞാൻ പറഞ്ഞത് ഭാഗ്യലക്ഷ്മി മാഡത്തിന്റെ ഒരു റെയർ ക്ലാസ് ആയിരുന്നു. റെയർ മെഡിസിന്റെ ക്ലാസ് ആയിരുന്നു. അപ്പം സ്പെല്ലിങ്സ് ചോദിച്ചു നമ്മൾ പലരും. ഞാൻ അറ്റൻഡ് ചെയ്തില്ല, ഞാൻ യൂട്യൂബിൽ കേട്ടതാണ്. അപ്പൊ സ്പെല്ലിങ് ചോദിച്ചു എന്നുള്ളത് വലിയൊരു പോരായ്മയായിട്ട് ഈ കമന്റ് ഇട്ട അദ്ദേഹം തന്നെ ആ സ്പെല്ലിംഗ് എല്ലാം മൊത്തം തെറ്റിച്ചാണ് ഇട്ടത്. അപ്പൊ അതിന് ഞാൻ റിപ്ലൈ കൊടുത്തു. അത് വേറൊരു കാര്യം. ഞാൻ റിപ്ലൈ കൊടുത്തിട്ട് അത് അപ്പം അദ്ദേഹം ചെയ്യുന്ന കാര്യം ഓഫ് കോഴ്സ് അങ്ങനെ സ്പെല്ലിംഗ് ചോദിക്കാൻ പാടില്ല എന്നുണ്ടോ എനിക്കറിയില്ല. അറിയാൻ വയ്യാത്തത് പഠിക്കാനുള്ള വേദിയല്ലേ ഇത്. അത്രേ ഉള്ളൂ, അതിന് കുഴപ്പമൊന്നുമില്ല ഡോക്ടർ, അതൊന്നും കുഴപ്പമില്ല. ഞാൻ വെച്ച് വേറെ വല്ല നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള കമന്റ് വല്ലതും ആണോ? അല്ല, അങ്ങനെ ഹോമിയോപ്പതിയെ കുറിച്ചല്ല. അപ്പൊ അത് എനിക്ക് തോന്നിയത്, ഞാൻ എന്റെ അഭിപ്രായം പറയാം. അങ്ങനെ സ്പെല്ലിങ് തെറ്റായിട്ട് ചോദിച്ചെന്ന് പറഞ്ഞ് എല്ലാവരും സീനിയർ ഡോക്ടേഴ്സ് അല്ലേ? എന്താ അല്ല, പിന്നെ ഇതെന്താ, എല്ലാരും സീനിയർ ഡോക്ടേഴ്സ് അല്ലേ, ആർക്കും ഇതൊന്നും അറിയത്തില്ലേ? സ്പെല്ലിംഗ് ഒക്കെ ചോദിച്ചാണല്ലോ എല്ലാരും ചോദിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ കേൾക്കാത്ത ചില മരുന്നുകളൊക്കെയാണ് ആരെങ്കിലും പറയുന്നത്. നിങ്ങളുടെ നാത്തും പറഞ്ഞത് ക്വാഡ്രിപോൾ. ഞാൻ ആദ്യമായിട്ട് കേട്ടാണ് ക്വാഡ്രിപോൾ. പക്ഷെ അത് എനിക്ക് ക്വാഡ്രിപോൾ അത് എനിക്ക് ഒത്തിരി ഗുണം കിട്ടിയ മെഡിസിൻ കൊണ്ട്. അല്ല, ഞങ്ങൾക്കും അത് തന്നെ. അപ്പൊ കമന്റ് കണ്ടാല് അങ്ങ് എഴുതിയാ മതി. ഹോമിയോപ്പതി ഡോക്ടേഴ്സ് എല്ലാം ഇപ്പോഴും വിദ്യാർത്ഥികളാണ്. പുതിയ മരുന്നുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ധാരാളം മരുന്നുകൾ പുതിയത് വരുന്നുണ്ട്. ചിലപ്പോ നമ്മൾ കേട്ടുപോലും ഇല്ല. അല്ല അനിൽകുമാർ ഡോക്ടറെ, അതിനകത്തെ തമാശ അതല്ലല്ലോ. ഞാൻ അതല്ലേ പറഞ്ഞു വരുന്നത്. ഈ തമാശ ഇദ്ദേഹം ഇട്ട ആള് തന്നെ എഴുതിയത് മൊത്തം സ്പെല്ലിംഗ് തെറ്റിച്ച. ഞാനത് ചോദിച്ചു. അപ്പോഴേ അത് കാര്യമാക്കണം എന്നുള്ള ആദ്യം തന്നെ മനസ്സിലായി. കിടന്ന് വർക്കിച്ചിരിക്കുന്നതാണ് ഡോക്ടറെ. കാരണം നമ്മൾ എന്തുമാത്രം വർക്ക് ചെയ്താണ് ഈ ലെവലിൽ എത്തിച്ചത് നമ്മൾ. അതെ അതെ. അതപ്പം എല്ലാരും അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. അതെ 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 അതെ. ലോകം മുഴുവൻ, അതായത് അന്ന് നമ്മുടെ ഹരിഹര സാർ വന്ന് പ്രസംഗിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന് വേണ്ടി സജസ്റ്റ് ചെയ്യാന്നാണ് പുള്ളി പറഞ്ഞത്. കാരണം ലോകത്ത് ഒരു സംഘടനയും ഈ 3 മണിക്കൂർ വെബിനാർ 365 ഡേയ്സും നടത്തുന്നില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മളടുത്ത് ഇനിയിപ്പോ നമ്മൾ നിർത്തിയാൽ മാത്രമേ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നിർത്തുന്നില്ലല്ലോ, എല്ലാ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ആർക്കും പെട്ടെന്ന് കയറി വരാനൊന്നും പറ്റൂല. ഓവർടേക്ക് ചെയ്യാൻ പറ്റൂല. ഒക്കെ വരും, വരട്ടെ, നല്ല കാര്യം. ക്രിട്ടിസൈസ് ചെയ്തോട്ടെ, നമ്മൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. നമുക്ക് കുറച്ചിലൊന്നുമില്ല, ഇനിയും അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം നമ്മളൊരു വിദ്യാർത്ഥി മാത്രം. എല്ലാം അറിയാം എന്നുള്ള ഒരു ഭാവവും ആർക്കും ഇല്ല. എന്നെ പോലെ തന്നെ ആയിരിക്കും എല്ലാരെയും ചിന്താഗതി എന്ന് വിചാരിക്കുന്നു. സങ്കുചിത മനസ്ഥിതിക്കാർ പലതും പറയും, അത് കാര്യമാണ്.
നമുക്ക് ഓൺലി ഹോമിയോപ്പതി, നമ്മുടെ ശ്വാസം ഹോമിയോപ്പതിയാണ്, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോ എന്തായാലും രാജേശ്വരി ഡോക്ടർ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ശക്തമായ തിരിച്ചുവരവാണ് വന്നിരിക്കുന്നത്. ഇനിയും നല്ല നല്ല ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. ഡോക്ടറുടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഡോക്ടർ 24/7 എന്ന് ഇപ്പൊ പറഞ്ഞു. 24/7 വേണ്ട, കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തോണം, ആരോഗ്യം. അല്ല, റെസ്റ്റ് നല്ലതുപോലെ റെസ്റ്റ് ഒക്കെ എടുത്തപ്പോ വളരെ ആക്റ്റീവ്. അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാല് 24/7 പേഷ്യൻസിനെ വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടും ഡോക്ടർക്ക്. ശ്രദ്ധിച്ചോളാം. അത് ശ്രദ്ധിച്ചോളാം. ഗ്യാപ്പ് വേണം. അല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ അത്രയും പേഷ്യൻസ് ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. എപ്പോ വിളിച്ചാലും അവൈലബിൾ. രാത്രിയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണിയൊന്നും നടക്കത്തില്ല. അല്ല, അത് ഞങ്ങൾ വളരെ നല്ലപോലെ അനുഭവിച്ച ആൾക്കാരാണ് അനിൽകുമാർ ഡോക്ടർ. അതുകൊണ്ടാണ് ഞങ്ങൾ തറവാട്ടിൽ നിന്ന് ടൗണിലോട്ട് വന്നതിന്റെ ഒരു കാര്യം. ഡോക്ടറെ വേണം, അതുകൊണ്ടാ പറയുന്നത്. ഓക്കെ, നമ്മളെ സമയം കഴിഞ്ഞു. അനിൽകുമാർ ഡോക്ടറെ നമുക്ക് ഇനി അടുത്ത രാജേശ്വരി ഡോക്ടർ ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. എന്തായാലും വളരെ സന്തോഷം. നല്ലൊരു ക്ലാസ് എടുത്ത രാജേശ്വരി ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് അനിൽകുമാർ ഡോക്ടറെ തന്നെ ക്ഷണിക്കുകയാണ്. അനിൽകുമാർ ഡോക്ടർ ഉണ്ടല്ലോ. എന്തായാലും ഞാൻ കേട്ടു, വളരെ ഭംഗിയായിട്ട് ഡോക്ടർ വളരെ മെനക്കെട്ട് ഇതിനേക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ്. അതിനെ IFPHന്റെ പേരിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. ഓക്കെ. അതുപോലെ തന്നെ ഒരു അറിയിപ്പുണ്ട്. എല്ലാരും ഈ സൂം ക്ലാസ്സുകൾ നന്നായി കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ IFPHന് നൽകി നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം നല്ല മുടങ്ങാതെ കൊണ്ടുപോകാനുള്ള സഹായം എല്ലാവരുടെ ഭാഗത്തുനിന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ 1873 എല്ലാ ട്രാൻസാക്ഷൻസും IFPHന്റെ അക്കൗണ്ടിൽ കൂടെ മാത്രം. ഓക്കെ. ഒരു പേഴ്സണൽ അക്കൗണ്ട് ചെയ്യരുത്, നമ്മുടെ അക്കൗണ്ടിൽ കൂടെ മാത്രം. ഒരു പേഴ്സണൽ അക്കൗണ്ട് ആരും ഉപയോഗിക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അനിൽകുമാർ ഡോക്ടറെ, ധനേഷ് ഡോക്ടറെ, ആരെ വേണമെങ്കിലും സമീപിക്കാം. പലതവണ നമ്മൾ ഈ അതിന്റെ മറ്റേ QR കോഡൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൽ തന്നെ എല്ലാവരും എന്തെങ്കിലും അവനവനെ കൊണ്ട് ഒക്കുന്ന കോൺട്രിബ്യൂഷൻസ് തന്ന് കൂടി പ്രവർത്തനങ്ങൾ നന്നായി കൊണ്ടുപോകാൻ സഹായിക്കണമെന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് 1873 ദിവസത്തെ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ കാണുമ്പോഴേക്കും ബൈ. ഈ ഭാഗം കേട്ടാ.